ഓക്കെ. അപ്പോൾ അതെ, അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ മൊഡ്യൂളിലോട്ട് കയറാൻ പോവാണ്. എക്സ്പ്ലോറിങ് ദ വേൾഡ് ഓഫ് ലിനക്സ്. നമ്മൾ ഇന്ന് തൊട്ട് ലിനക്സിന്റെ ആ ഒരു വേൾഡിലോട്ട് നമ്മൾ എൻ്റർ ആകുമ്പോഴാണ്. ഇതുവരെ നമ്മൾ കുറച്ച് തിയറിയും കാര്യങ്ങളും മാത്രമേ കണ്ടുള്ളൂ. തിയറി കണ്ടുള്ളൂ എന്നല്ല, നിങ്ങൾ അത്യാവശ്യമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നു അല്ലേ? നിങ്ങൾ അത്യാവശ്യം പഠിപ്പിക്കുന്ന തിയറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടില്ലേ? പഠിക്കണമെന്നൊന്നും പറയുന്നില്ല, മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് മതി. ജസ്റ്റ് ഇനി വായിക്കുമ്പോൾ ഒന്ന് ഓർത്തെടുക്കാൻ പാകത്തിന് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായി, അത്രയും മതി. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിലോട്ട്, നിഷാമേ നമ്മൾ ഇന്നലെ രണ്ടാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് തീർത്തായിരുന്നു കേട്ടോ. അത് ഞാൻ നിനക്ക് എന്തായാലും പറഞ്ഞു തരാം, ഉറപ്പായും പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ മൊഡ്യൂളിലോട്ട് കയറാണ്, എക്സ്പ്ലോറിങ് ദ വേൾഡ് ഓഫ് ലിനക്സ്. ഓക്കെ. ലിനക്സിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിന്റെ പേരാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് കാളി ലിനക്സ്. ഇതൊരു ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആക്ച്വലി നമുക്ക് കാളി ലിനക്സിനെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റൂല. ഇപ്പം എന്താ, വിൻഡോസ് പോലത്തെയോ അല്ലെങ്കിൽ മാക് പോലത്തെ ഒരു എക്സാക്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല കാളി ലിനക്സ് എന്ന് പറയുന്നത്. കാളി ലിനക്സ് എന്ന് പറയുന്നത് ഒരു കേണലാണ്. ഒരു കേണലിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന ഒരു സാധനമാണ് കാളി ലിനക്സ് എന്ന് പറയുന്ന സാധനം. ഈ കാളി ലിനക്സിന് ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞത് താഴോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ. അപ്പൊ ഈ കാളി ലിനക്സ് നമ്മൾ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെനട്രേഷൻ ടെസ്റ്റിങ്, എത്തിക്കൽ ഹാക്കിങ്, ഡിജിറ്റൽ ഫോറൻസിക്സ്, സെക്യൂരിറ്റി റിസർച്ച്, റെഡ് ടീം ഓപ്പറേഷൻസ്, ഇത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കാളി ലിനക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഇഷ്ടംപോലെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ വേറെ ഉണ്ട്. ഏത് പാരറ്റ് OS ഉണ്ട്, അതുപോലെ തന്നെ ആർച്ച് ലിനക്സ് ഉണ്ട്, ഉബണ്ടു ഉണ്ട്, ഇങ്ങനത്തെ വേറെ പല ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ കാളി ലിനക്സ് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് അതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് 1000-ലധികം അല്ലെങ്കിൽ ടൂൾസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. മറ്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ. പക്ഷെ കാളി ലിനക്സ് ഇതിനുവേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഇന്നത്തെ ഈ ടൂൾസ് ഒക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറയാൻ. കാളി ലിനക്സിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള ടൂൾസ് വേറെ ഉണ്ട്. അതായത് പാരറ്റ് OS എന്ന് പറയുന്നത് ഒരു പരിധി വരെയും കാളി ലിനക്സിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതുപോലെ റെഡ് ആർച്ച് ലിനക്സ്, അത് റെഡ് ആർച്ച് ലിനക്സ് ആണോ ബ്ലാക്ക് ആർച്ച് ലിനക്സ് എന്നാണോ അതിന്റെ പേര്? കാരണം അതിന്റെ ലോഗോ റെഡാ, അതുകൊണ്ട് എനിക്ക് ഓക്കെ ബ്ലാക്ക് ആർച്ച് ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഈ ബ്ലാക്ക് ആർച്ച് ലിനക്സ് ഒക്കെ സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും പവർഫുള്ളാണ്. അതല്ലാതെ വേറെയും പല ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പം പക്ഷെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂളാണ് കാളി ലിനക്സ് എന്ന് പറയുന്നത്. ഈ പാരറ്റ് OS ഒക്കെ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യാൻ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അത് ഒരു കേട്ടറിവാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞുള്ള ഒരു അറിവാണ്. പാരറ്റ് OS ഇച്ചിരി കൂടി ബുദ്ധിമുട്ടാണെന്നുള്ളത്. എനിക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി കാളി ലിനക്സ് ആയതുകൊണ്ട് ഞാൻ അതിൽ ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു ബിഗിനർക്ക് തുടങ്ങാൻ പറ്റിയ, ലിനക്സിലേക്ക് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൂളാണ് കാളി ലിനക്സ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കാളി ലിനക്സ് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഈ കാളി ലിനക്സ്, വൈ കാളി ലിനക്സ് ഈസ് സ്പെഷ്യൽ? Unlike normal Linux distributions, Kali Linux is focused purely on cybersecurity. Comes with pre-configured tools, has optimized kernel for penetration testing, supports wireless injection and monitoring. Okay. ഇതിപ്പോൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെ. എന്താണ് കാളി ലിനക്സിനെ മറ്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്യൂർലി സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഫോക്കസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. മറ്റേത് അങ്ങനെയല്ല, അത് അത്രയും സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ടൂൾ അല്ല. പക്ഷെ ഇത് സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഫോക്കസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ലിനക്സ് OS ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ കോൺഫിഗർ ചെയ്തിട്ടുള്ള ടൂൾസ് ആണ് ഇന്നത്തെ ഉള്ളത്. പിന്നെ ഇതിന്റെ കേണല് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പെനട്രേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള കേണലാണ്. അതുപോലെ തന്നെ വയർലെസ് ഇൻജക്ഷനും മോണിറ്ററിംഗ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കാളി ലിനക്സിലാണ്. ഓക്കെ. ഇനി ഇവല്യൂഷൻ ഓഫ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ലിനക്സ് കേർണൽ ഡെവലപ്പേഴ്സ് ക്രിയേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻസ്, അതായത് ഡെബൈൻ, റെഡ് ഹാറ്റ്, ഓക്കെ, റെഡ് ഹാറ്റ്, ഉബണ്ടു, ആർച്ച് ലിനക്സ്, ഈച്ച് ഡിസ്ട്രിബ്യൂഷൻസ് ആർ ഡിഫറെന്റ് പർപ്പസ് ആൻഡ് യൂസർ ഫോക്കസ്. അതായത് ലിനക്സിന് ഒരു എവല്യൂഷൻ സ്റ്റോറി ഉണ്ട്, അതിവിടെ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അതിവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. നിങ്ങൾ ലിനക്സിന്റെ ഒരു സ്റ്റോറി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കണം, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി കേട്ടോ. അതായത് ലിനക്സ് എന്ന് പറയുന്നത് ഒരു പുള്ളിയുടെ ഒരു ആവശ്യത്തിന്, അതായത് നമ്മുടെ സിസ്റ്റത്തിനെ അതിന്റെ കംപ്ലീറ്റ് പവറിൽ അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ പേര് മറന്നു കേട്ടോ. അയാളുടെ സിസ്റ്റത്തിനെ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാളുടെ ഇഷ്ടത്തിന് വേണ്ടി
അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പോലെ, അയാൾക്ക് അയാളുടെ സിസ്റ്റത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ അയാൾ ഒരു കേണൽ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആ കേണലിന്റെ പേരാണ് ലിനക്സ്. പക്ഷെ ലിനക്സ് നല്ലതാണ് എന്റെ പേര് കേട്ടോ, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതി. അതിന്റെ പേര് യുണിക്സിന് മുമ്പ് വേറൊരു സാധനമുണ്ട്. അന്നൊക്കെ യുണിക്സ് ആണുള്ളത്, വിൻഡോസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ യുണിക്സിന്റെ കേണലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുത്ത സാധനമാണ് ലിനക്സ്. ഓക്കെ, യുണിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് ആ കാലഘട്ടത്തിൽ. അതിന്റെ കേണലില് പുള്ളി ഉണ്ടാക്കിയെടുത്ത മറ്റൊരു കേണലാണ് ലിനക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ലിനക്സ് പുള്ളിയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്, അല്ലാതെ ഇത് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെയായിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനമൊന്നുമല്ല. പിന്നീട് ഇത് പുള്ളി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഇതൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ടൂളാണ് കാളി ലിനക്സ്. അതായത് ആർക്ക് വേണേലും യൂസ് ചെയ്യാം, ആർക്ക് വേണേലും മോഡിഫൈ ചെയ്യാം. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിത് മോഡിഫൈ ചെയ്തു വിചാരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ഒരു രീതിക്ക് നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് അവര് പെർമിഷൻ തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളും ഇത് മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അതാണ് ഈ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ ശരിക്കുള്ള അർത്ഥം. അതായത് ഈ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് യൂസ് ചെയ്യാൻ. ഇത് ആരൊക്കെയോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സാധനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ മാറ്റം വരുത്തിയാലും നമുക്കിതൊരിക്കലും പെയ്ഡ് ആയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള അവകാശമില്ല. ഓക്കെ, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും നമ്മൾ ഇതൊരാൾക്ക് കൊടുക്കുന്നുണ്ട്, അയാൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടേതായ രീതി മാറ്റി ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കണം. അതായത് ഇപ്പൊ ഈ ലിനക്സിൽ മാറ്റം വരുത്തി ഉപയോഗിച്ച മറ്റൊരു ലിനക്സ് ആണ് ഡെബെയിൻ. അതുപോലെ തന്നെ മാറ്റം വരുത്തിയ മറ്റൊരു സാധനമാണ് റെഡ് ഹാറ്റ്. അതുപോലെ തന്നെ വരുത്തിയതാണ് ഉബുണ്ടു. അതുപോലെ എടുത്തതാണ് ആർച്ച് ലിനക്സ്. അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമാണ് കാളി ലിനക്സ്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ സോഴ്സ് കോഡ് എല്ലാവർക്കും ഓപ്പൺ ആണ്. ഇപ്പൊ ഈ കാണുന്ന കമ്പ്യൂട്ടറുകളാണെങ്കിൽ പോലും ഇതിന്റെയൊക്കെ സോഴ്സ് കോഡ് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇതുപോലത്തെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, EOS എന്നാണ് അതിന്റെ പേര്. അതിന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, ഒരു നല്ലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു നമ്മുടെ നല്ല രസം അത് കാണാൻ. പക്ഷെ എന്റെ പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ട് സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ഇതേപോലെ ഇവല്യൂഷനായി വന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ സോഴ്സ് കോഡ് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു OS സിസ്റ്റമാണ് ലിനക്സ്. അതിന്റെ പല വേരിയേഷൻസ് ആണ് ഈ നമ്മൾ കണ്ട എന്താ പറയാ റെഡ് ഹാറ്റ്, ഉബുണ്ടു, ആർച്ച് ലിനക്സ്, മറ്റു സാധനങ്ങളൊക്കെ. ഓക്കെ, ഈ ലിനക്സിന്റെ ബർത്ത് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാളി ലിനക്സ് എന്ന പേരിലേക്ക് ലിനക്സ് വന്നത് 2013 അതിനു മുമ്പ് വരെ അതിന്റെ പേര് ബാക്ക് ട്രാക്ക് ലിനക്സ് എന്നായിരുന്നു. ഓക്കെ, ബാക്ക് ട്രാക്ക് എന്നായിരുന്നു 2013 മുമ്പ് വരെ കാളി ലിനക്സിന്റെ പേര്. 2013 ശേഷം ആണ് കാളി ലിനക്സ് എന്നുള്ള പേരിലേക്ക് ഈ ലിനക്സിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബാക്ക് ട്രാക്കിന്റെ ലോഗോ കാണേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ, ബിഫോർ Kali Linux there was black tracks popular but suffered from stability issues, outdated structure, attitude limitations. Okay, key features of Kali Linux. Kali Linux ന്റെ ഒരു key features ഒക്കെ എന്താ നോക്കി കഴിഞ്ഞാൽ എന്താ, പ്രീ ഇൻസ്റ്റാൾഡ് സെക്യൂരിറ്റി ടൂൾസ്, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആൻഡ് വൾനറബിലിറ്റി അനലൈസിസ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് വയർലെസ് അറ്റാക്സ്, പിന്നെ വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്, കസ്റ്റം സെക്യൂരിറ്റി കേർണൽ, സപ്പോർട്ട്സ് പാക്കറ്റ് ഇൻജെക്ഷൻ ആൻഡ് മോണിറ്റർ മോഡ്, അഡ്വാൻസ്ഡ് നെറ്റ്വർക്ക് റോളിംഗ് റിലീസ് മോഡൽ സിസ്റ്റം, മീനിങ് കണ്ടിന്യൂസ് അപ്ഡേറ്റ്സ് ആൻഡ് വിത്തൗട്ട് നീഡ് ടു റീഇൻസ്റ്റാൾ ന്യൂ വെർഷൻസ്. ഓക്കെ, അത് തന്നെ ഈ കാളി ലിനക്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ഇതിന്റെ പുതിയ അപ്ഡേറ്റ്, അതായത് പുതിയ വെർഷൻസ് ഉണ്ടല്ലോ. കാളി ലിനക്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വെർഷൻസ് മാറ്റിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. കാരണം ഇത് ഓരോരുത്തർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ കാളി ലിനക്സ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ വെർഷൻസ് മാറും. പക്ഷെ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ ഇപ്പൊ വിൻഡോസ് 11, വിൻഡോസ് 10 യൂസ് ചെയ്യുന്ന ഒരാൾക്ക് വിൻഡോസ് 11ലേക്ക് മാറണമെങ്കിൽ അയാൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കണ്ടേ. പക്ഷെ ലിനക്സിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. കാളി ലിനക്സിന് ജസ്റ്റ് എന്താണ് സുഡോ ആപ്റ്റ് അപ്ഡേറ്റ് ആപ്റ്റ് അപ്ഗ്രേഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ആ ഇരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ന്യൂ വെർഷനായിട്ട് മാറും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ ഹൂ യൂസസ് കാളി ലിനക്സ് ആരാണ്? എത്തിക്കൽ ഹാക്കേഴ്സ്, പെനട്രേഷൻ ടെസ്റ്റേഴ്സ്, റെഡ് ടീം ഓപ്പറേറ്റേഴ്സ്, സൈബർ സെക്യൂരിറ്റി റിസർച്ചേഴ്സ്, സ്റ്റുഡൻസ് ലേണിംഗ് സെക്യൂരിറ്റി. കാളി ലിനക്സ് യൂസ് ചെയ്യുന്ന ആരൊക്കെ? നമ്മളെപ്പോലുള്ള എത്തിക്കൽ ഹാക്കേഴ്സ്, പെനട്രേഷൻ ടെസ്റ്റേഴ്സ്, റെഡ് ടീം ഓപ്പറേറ്റേഴ്സ്, സെക്യൂരിറ്റി റിസർച്ചേഴ്സ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ്, സൈബർ സെക്യൂരിറ്റി ലേൺ ചെയ്ത സ്റ്റുഡൻസ്. പിന്നെ ഇവിടെ കുറച്ച് കമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. എടാ, ഇത് ഞാൻ ഗ്രൂപ്പിലിട്ടായിരുന്നോ? ഗ്രൂപ്പിലിട്ടല്ലേ? ഓക്കെ,
അപ്പൊ ഇതാണ് ലിനക്സിന്റെ ഒരു ലിനക്സിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇതിനകത്തൊന്നും ജസ്റ്റ് ഒക്കെ മനസ്സിലാക്കിയാക്കാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇനി ഒരു സാധനം കൂടി ഉണ്ട്. ഒരു മിനിറ്റ്, എടുക്കാൻ പറഞ്ഞു. ഓക്കെ, ഇനിയുള്ള ഒരു സാധനം, നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ഒന്നും ഇനി എടുത്തു തരേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഞാൻ 2 ഇൻസ്റ്റാളേഷന്റെ സാധനങ്ങളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിന്റെ പേരാണ് വെർച്വൽ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു വെർച്വലൈസേഷൻ ബോക്സിന്റെ ബോക്സ് ആണ് ഇത്. വെർച്വൽ ബോക്സ് ഇത് ഒറാക്കിളിന്റെ വെർച്വൽ ബോക്സ് ആണ് ഇത്. ഓക്കെ, നമുക്ക് പലതരത്തിലുള്ള വെർച്വൽ ബോക്സുകൾ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പല വെർച്വൽ മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ വെർച്വൽ മെഷീനും നമ്മുടെ ആക്ച്വൽ കമ്പ്യൂട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു, ഇത് എന്തിനാണ് നമ്മൾ വെർച്വൽ മെഷീൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് വരയ്ക്കല് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോടാ ദൈവമേ. ഇതെന്താ എങ്ങനെയൊക്കെ ഇത്. ഓക്കെ, ഇത് ഒരു കമ്പ്യൂട്ടർ, ഇത് വെർച്വൽ ബോക്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് നമ്മുടെ ആക്ച്വൽ കമ്പ്യൂട്ടർ ആണ്, ഇത് വെർച്വൽ ബോക്സ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ വിൻഡോസ്, എൻ്റെ ഈ വിൻഡോസ് കിടക്കുന്നത് എൻ്റെ ആക്ച്വൽ കമ്പ്യൂട്ടറിലാണ്. അതായത് എൻ്റെ ഡയറക്റ്റ് എൻ്റെ എൻ്റെ കേണലിലാണ് ഇത് വർക്ക് ആവുന്നത്. സോ ഞാൻ എൻ്റെ വിൻഡോസിൽ എന്ത് കാട്ടിക്കൂട്ടിയാലും അതൊക്കെ എൻ്റെ ഈ സിസ്റ്റത്തെ ബാധിക്കാൻ തുടങ്ങും. കാരണം ഇത് ഡയറക്റ്റ് എൻ്റെ കേണലിൽ വർക്ക് ആവുന്നതാണ്. അപ്പൊ നമ്മളൊരു റിസർച്ചർ ആവുക അല്ലെങ്കിൽ ഒരു പെനട്രേഷൻ ടെസ്റ്റർ ആവുമ്പോൾ നമ്മൾ ചിലപ്പോൾ പല വൈറസുകളിലേക്കായിട്ട് ഇടപെടേണ്ടി വരും, അല്ലെങ്കിൽ പല ഹാർഡായിട്ടുള്ള ചില ടൂൾസ് റൺ ചെയ്യേണ്ടി വരും. സെക്യൂരിറ്റി റിസർച്ച് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു പെനട്രേഷൻ ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ പല ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ സിസ്റ്റത്തെ ഹാം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ OS തന്നെ അടിച്ചു പോയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കേണലിൽ എന്തെങ്കിലും ഡാമേജസ് വരുത്തും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് യൂസ് ചെയ്യാതെ ഒരു വെർച്വൽ മെഷീന്റെ സഹായം തേടുന്നത്. ഈ വെർച്വൽ മെഷീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ സിസ്റ്റത്തിലെ ഒരു സോഫ്റ്റ്വെയർ എന്ന പോലെ നമ്മൾ വെർച്വൽ ബോക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, കാളി ലിനക്സ് യൂസ് ചെയ്യും. അതാണ് വ്യത്യാസം. അപ്പൊ ഈ കാളി ലിനക്സ് നമ്മൾ ഈ വെർച്വൽ ബോക്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അതൊന്നും നമ്മുടെ ഡയറക്റ്റ് ഈ മെഷീനെ ബാധിക്കുകയല്ല. ഇതാണ് വ്യത്യാസം. ഒട്ടും ബാധിക്കാല എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ അത് ഭയങ്കര കൂടിയാലും വല്ല മാൽവെയർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഇതിനെ ബാധിക്കും. എങ്കിൽ പോലും ഡയറക്റ്റ് ഇതിൽ നിന്നുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഒരിക്കലും ഇതിലേക്ക് ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വെർച്വൽ മെഷീൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് വെർച്വൽ മെഷീനും നമ്മുടെ ഡയറക്റ്റ് ഇതിൽ ഉപയോഗിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ എൻ്റെ ലാപ്പിൽ തന്നെയാണെങ്കിലും ഞാൻ കുറച്ച് നാൾ ഒരു 2-3 മാസത്തോളം കാലം ലിനക്സ് ലൈവ് ബൂട്ട് ചെയ്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എൻ്റെ ഡയറക്റ്റ് ഈ സിസ്റ്റത്തിൽ തന്നെ ആണ് ഞാൻ ലിനക്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ വിൻഡോസ് എല്ലാം അടിച്ചുപോയി. എന്നിട്ട് ഇപ്പോൾ രണ്ടാമത് പിന്നെ വെർച്വൽ ബോക്സിലോട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന നിലയ്ക്കാണ് നമ്മൾ വെർച്വൽ മെഷീൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന 2 ബോക്സസ് ആണ്, വെർച്വൽ ബോക്സും അതുപോലെ തന്നെ VMware. എന്താണ് VMware ജസ്റ്റ് ഓപ്പൺ ആയി കാണിച്ചു തരാം. ഞാൻ VMware അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതാണ് VMware ഇൻട്രൊഡക്ഷൻ. ഇവിടെ എനിക്ക് മെറ്റാസ്പ്ലോയിറ്റബിളും ഉണ്ട്, കാളി ലിനക്സും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് വെർച്വൽ ബോക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് ഭയങ്കര, പക്ഷെ എൻ്റെ ഒരു അറിവിൽ വെർച്വൽ ബോക്സ് VMware ഉപയോഗിക്കാൻ ഭയങ്കര സുഖമാണ്. അതായത് ഒരു മെഷീനിൽ നിന്ന് അടുത്ത മെഷീനിലേക്കൊക്കെ പോകാൻ ഭയങ്കര സുഖമാണ്. വെർച്വൽ ബോക്സിൽ ഇച്ചിരി ബുദ്ധിമുട്ടണം അതിന് വേണ്ടിയൊക്കെ. പിന്നെ ഇതാണ് വെർച്വൽ ബോക്സ്. ഓക്കെ, അപ്പോൾ തിരിച്ച് വെർച്വൽ ബോക്സിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് വെർച്വൽ ബോക്സ്. ഇവിടെ നമ്മൾ വെർച്വൽ ബോക്സിന്റെ പാക്ക് ഡൗൺലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്റ്റൻഷനും കൂടി ഡൗൺലോഡ് ചെയ്യണം. പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയ വെർച്വൽ ബോക്സിന്റെ അപ്ഡേറ്റ് അനുസരിച്ച് എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നത്തെ ഒരു സംഭവമാണ്, ഓക്കെ, kali.org ആയിരുന്നു, ഇതായിപ്പോയതാ. ഓക്കെ, ഇതാണ് കാളി ലിനക്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു പേജ്. ഇവിടെ നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക, അപ്പോൾ ഒന്ന് കറങ്ങി വരും. ഓക്കെ, ഇനി ഇവിടുത്തെ 2 വ്യത്യാസങ്ങൾ, അതായത് ഇൻസ്റ്റാളർ ഇമേജസും വെർച്വൽ മെഷീൻസ് എന്ന് പറയുന്ന ഈ 2 സാധനങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞു. അപ്പോൾ ഇതേ ക്ലിക്ക് ചെയ്താലും നമുക്കിത് കാളി ലിനക്സിന്റെ ഫയൽസ് കിട്ടും. VMwareലാണോ, വെർച്വൽ ബോക്സിലാണോ, ഹൈപ്പർ-വിയിലാണോ, കെമുലാണോ ഓടിക്കുന്നതിനനുസരിച്ച് അതിന്റെ ഫയലും നമുക്ക് കിട്ടും. അതേ സമയത്ത് ഇൻസ്റ്റാളർ ഇമേജസിൽ പോയാലും നമുക്ക് എന്ത് കിട്ടും, കാളി ലിനക്സിന്റെ ഫയൽ കിട്ടും. ഇത് 2 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ സാധനം വെർച്വൽ ബോക്സിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഓൾറെഡി എല്ലാ സാധനവും അത് സെറ്റാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ കളി നെക്സ്റ്റിന്റെ ഒരു പേജ് ഉണ്ടാവുമല്ലോ, ഇത് എവിടെയോ അതിന്റെ ഒരു ഫയൽ ഉണ്ടായിരുന്നു കളി ലിനക്സിന്റെ. ഓ അത് കാണുന്നില്ലല്ലോടാ. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു ഫയൽ ഉണ്ടെന്നൊന്ന് വിചാരിക്കുക. ഇതാണോ? അല്ല. മൂൺനൈറ്റ്, വിക്കി, ബ്രൂട്ടോസ്, മെറ്റാസ്പ്ലോയിറ്റബിൾ. ഓക്കെ, ഫയൽ എവിടെയാന്ന് അറിയത്തില്ല. ഇത് മറ്റേ ഇൻസ്റ്റാളർ ഇമേജസിന്റെ ഫയലാട്ടോ. കാളിന്റെ ഇതാ നമ്മൾ കയറ്റുന്നതെന്ന് വിചാരിക്കേ. മറ്റേതാണെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ, ജസ്റ്റ് ഒന്ന് ചുമ്മാ ഡബിൾ ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ഓട്ടോമാറ്റിക് എല്ലാം സെറ്റപ്പ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പൺ ആയി വരും. ഇത് മറ്റേതാണ്, ഏത് പ്രീ ഇൻസ്റ്റാൾഡ്, അതായത് വെർച്വൽ ബോക്സിന് വേണ്ടി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു കാളി ലിനക്സ് ആണ് ഈ സാധനം. അതിന് താഴെ ഉള്ളത് ഇൻസ്റ്റാളർ ഇമേജസും. ഞാൻ രണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാവേ. വ്യത്യാസമൊന്നും ഇല്ല ഇത് രണ്ടും തമ്മിൽ. അതേസമയത്ത് ഇത് ഓപ്പൺ ആക്കാൻ വെക്കാം. നല്ലതായിട്ട് റാം യൂസ് ചെയ്യും. രണ്ട് ലിനക്സ് ആണ് വർക്ക് ആവുന്നത്. ഓക്കെ, അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ? കേൾക്കുന്നില്ല, എന്താടാ? ഡെബിയനും ഡെബിയൻ ഫയൽസും എന്നൊക്കെ വെച്ചാല് എന്ത്? ഡെബിയനും ഡെബിയൻ ഫയൽസും. ഏത് ഡെബിയനും ഡെബിയൻ ഫയൽസും? അങ്ങനെ പറയില്ല, ഇതിന്റെ അകത്ത് കുറെയൊക്കെ ഡെബിയൻ ഫയൽസ്. അതൊക്കെ ഓരോരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻസ് ആണ്. ഡെബിയൻ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ട്. അതിന്റെയൊക്കെ ഓരോന്നിന്റെയും വെർഷൻസ് ആണ് ഈ സാധനങ്ങൾ. ഇതിപ്പം ഓക്കെ, ഇത് മറ്റേ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള സാധനമാണ്. ഈ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നതിനകത്ത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കാളി എന്നായിരിക്കും. അത് നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ എത്ര പേര് വെർച്വൽ മെഷീൻ അത് പ്രീ ഇൻസ്റ്റാൾഡ് യൂസ് ചെയ്യുന്നവർ ആരൊക്കെയാ? അതെല്ലാവരും ഇൻസ്റ്റാളർ ഇമേജസ് ആണോ യൂസ് ചെയ്യുന്നത്? ഇന്നത്തെ ആരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള സാധനം ISO ആണോ? ഓക്കെ, നീ പ്രീ ഇൻസ്റ്റാളർ ഇമേജസ് ആ. ബാക്കി രണ്ടുപേരോ? ISO വെച്ചാൽ ഇതല്ലേ, പ്രീ ഇൻസ്റ്റാൾഡ് അല്ല. നിന്റെ പ്രീ ഇൻസ്റ്റാൾഡ് അല്ലേ? അല്ല, ഞാൻ യൂസർ നെയിമും എല്ലാ തേങ്ങ അടിച്ചു കയറ്റി ഉണ്ടാക്കിയതാ. ഓക്കെ, അത് മറ്റേ ഇൻസ്റ്റാളർ ഇമേജസ്. ഓക്കെ, ബാക്കി അനുഗ്രഹം ഇവനും ഏതാ യൂസ് ചെയ്യുന്നേ? അഫ്നാനും? അഫ്നാൻ ISO ഫയലല്ല. ഓക്കെ, ഞാൻ ഇതിനങ്ങനെ സ്പേസ് അധികം അലോട്ട് ചെയ്യാത്തതുകൊണ്ട് ഇത് നല്ല ലാഗാണ് എൻ്റെ സിസ്റ്റത്തിൽ. ഓക്കെ, ഇതാണ് ഇത്. രണ്ടും കാണാൻ ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോടെ, വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇന്ന് തൽക്കാലം ഇത് തന്നെ ഉപയോഗിച്ച് കാണിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇവിടെ ഒന്നും ലോഡായിട്ടില്ലല്ലോ, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ ഇൻസ്റ്റാളർ ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബിഗിനേഴ്സിന് അനുഗ്രഹം ഇതിനകത്തില്ലടാ. അനുഗ്രഹേ റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അതെ, അനുഗ്രഹം നീ ക്ലാസ്സിൽ തന്നെ ഉണ്ടോ? റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ, നീ ഏതാ യൂസ് ചെയ്യുന്ന? ഇൻസ്റ്റാളർ ഇമേജസ് ആണോ അതോ പ്രീ ഇൻസ്റ്റാൾഡ് ആണോ? ഇൻസ്റ്റാളർ ഇമേജസ്. ഓക്കെ, അപ്പൊ എല്ലാരും ഇൻസ്റ്റാളർ ഇമേജസ്. അപ്പൊ അത് തന്നെ ഞാനും കാണിച്ചു തന്നാ പോരെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടോ? ഇപ്പൊ ഈ പുതിയ കാളി ലിനക്സിന് പുതിയ അപ്ഡേഷനിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇത് റൺ ആയി വരാൻ എനിക്ക് ഇത് ലോഡ് ആവാൻ നല്ല സമയം എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വേറൊരുത്തരോട് ചോദിച്ചപ്പോ അവനും പറഞ്ഞു സെയിം ഇഷ്യൂ പറഞ്ഞു എന്നോട്. ഇത് ലോഡായി വരാൻ നല്ല സമയം എടുക്കുന്നുണ്ടെന്ന്, ബൂട്ടായി വരാൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഇവനാണ് നമ്മുടെ ഐറ്റം കാളി ലിനക്സ്. ഇതാണ് കാളി ലിനക്സ് ഇന്റർഫേസ്. ഇതൊന്നും പറഞ്ഞ എന്തായാലും ലിങ്ക് ഒക്കെ അറിയാത്ത സാധനം തന്നെ. ഓക്കെ ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും കാണുന്നില്ലേ കമാൻഡ് കാര്യങ്ങളൊക്കെ?
ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഫയൽ സിസ്റ്റത്തെ പറ്റിയൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞു തരേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്കെന്തോ തോന്നുന്നില്ല നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾ തീരെ ചെറിയ ആൾക്കാരൊന്നും അല്ല, അത്യാവശ്യം അറിയാവുന്നവർ തന്നെയല്ലേ. ഇതിൽ ഹോം ഫയൽ സിസ്റ്റത്തെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടായിരുന്നു ഇവിടെയൊക്കെ. അതായത് ഈ ബൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബൂട്ട് ഫയൽസ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇത് ETC ഉണ്ടോ, ഈ ETC നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണേ. നമ്മളൊരു അറ്റാക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഈ നമുക്ക് ETC ഫയൽ എടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മളൊക്കെ ആദ്യം നോക്കേണ്ടത് കേട്ടോ. കാരണം ETCക്കകത്തായിരിക്കും പാസ്വേഡുകൾ ഇരിക്കുന്നത്. ഓക്കെ, ഈ ETC എന്ന് പറയുന്ന ഫയൽ എപ്പോഴും ഓർത്ത് വെച്ചോണം. ഇതിനകത്തായിരിക്കും നമ്മുടെ പാസ്വേഡുകളും കാര്യങ്ങളും ഇരിക്കുക. പിന്നെ ഇത് റണ്ണ്, റൂട്ട്, SRP ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഇതിൽ ഹോമിനകത്തായിരിക്കും നമ്മുടെ യൂസർ ഇരിക്കുന്നത്. വേണ്ട, യൂസർ ഫയലുകൾ കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ ഈ ലിനക്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാക്സിമം ടെർമിനൽ യൂസ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതായത് നമുക്കൊരു ഫയൽ കാണണമെങ്കിലോ, ഇപ്പം നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിലൂടെ വന്നിട്ട് ഈ ഫയൽ വേണമെങ്കിൽ നോക്കാം. ഇന്നതൊന്നും ഇരിപ്പില്ല. ഈ പിക്ചേഴ്സ്, ഈ പിക്ചർ വേണമെങ്കിൽ എനിക്ക് ഇവിടെലൂടെ വന്നിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇങ്ങനെയും എനിക്കിത് ഓപ്പൺ ആക്കാം. അതേ സമയത്ത് എനിക്ക് ടെർമിനലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്, എനിക്ക് ഇങ്ങനെ ഈ പിക്ചർ കാണാൻ പറ്റും. ഇത് ഇച്ചിരി കൂടി ബുദ്ധിമുട്ടല്ലേ. എനിക്ക് മറ്റേ മര്യാദയ്ക്കാണെങ്കിൽ പോയി 2 സെക്കൻഡ് കൊണ്ട് ഫോട്ടോ നോക്കാൻ പറ്റും. പക്ഷെ ഞാൻ കമാൻഡ് അടിച്ച് തന്നെ ഇത് നോക്കി ഈ ഇമേജ് ഓപ്പൺ ആക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലിനക്സ് ഉപയോഗിക്കുന്നത് ഹാക്കിംഗ് പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ടെർമിനലായിട്ട് ശരിക്കും പഠിക്കണം. കാരണം നമ്മൾ മറ്റൊരാളുടെ സിസ്റ്റത്തിൽ ആക്സസ് എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന സാധനം കിട്ടൂല. ഏത് നമുക്ക് ഡയറക്റ്റ് ഉള്ള ഒരു സാധനം അല്ലെങ്കിൽ ഇതേപോലെ അവരുടെ ഫോൾഡർ ഇങ്ങനെ പോയി ക്ലിക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് റിമോട്ട് ആക്സസ് കിട്ടണം. ഓക്കെ, അങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ടെർമിനൽ കമാൻഡ്സ് ഒക്കെ പഠിച്ചു വെക്കണമെങ്കിൽ, അതിപ്പോൾ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ പോലും, ഒന്ന് പിക്ചർ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ പോലും, നമ്മളെപ്പോഴും കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ടെർമിനൽ യൂസ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം കമാൻഡ്സ് എന്ന് പറയുന്നത് ചില കമാൻഡ് നമ്മൾ ഈ തുടക്കത്തിൽ കാണുന്ന കമാൻഡ് അല്ല, കുറച്ചും കൂടി ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള കുറച്ച് കമാൻഡും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്കതൊക്കെ വശമാവണമെങ്കിൽ നമ്മൾ എപ്പോഴും ടെർമിനൽ യൂസ് ചെയ്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കമാൻഡുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള 1-2 കമാൻഡുകൾ പറഞ്ഞു തരുവാണെങ്കിൽ, ആദ്യത്തെ കമാൻഡ് നമ്മൾ ഏതൊരു സിസ്റ്റം ആക്സസ് ചെയ്താലും ഇനി ഇല്ലേലും നമ്മൾ നമ്മുടെ ഫയലാണെങ്കിൽ പോലും ആദ്യം യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ലിസ്റ്റ്. LS എന്ന് പറയുന്ന കമാൻഡ്. ഈ കമാൻഡ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൾഡറിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി, അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കമാൻഡാണ് LS. ലിസ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ടെന്ന് ലിസ്റ്റ് ചെയ്യും. ഇതാണ് LS എന്ന് പറയുന്ന കമാൻഡ്. അതുപോലെ തന്നെ വേറൊരു കമാൻഡ് കൂടി ഉണ്ട്, PWD. അതായത് പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി എന്നാണ് PWD എന്നതിന്റെ അർത്ഥം. പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. ഓക്കെ, അവിടെ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനത് ചോദിക്കാൻ മറന്നുപോയി. ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ PWD എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നേ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ PWD യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നത്? ഹോമില് ഓൾട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ പേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ PWD അടിച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഹോം ഓൾട്രിക്സ് ഡൗൺലോഡ്സ്. ഇതിപ്പോൾ നമ്മളൊരു അറ്റാക്കറിന്റെ സിസ്റ്റത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത മൂവ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് PWD. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഏത് ഫോൾഡറിലാണ് നിൽക്കുന്നതെന്ന്. ഓക്കെ, ഇനി നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ, ഓക്കെ ഇത് ലിസ്റ്റ് ചെയ്യുന്നു, ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ വെറുതെ ലിസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. വെറുതെ ലിസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റും, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇതിനെ ഓരോ ഫയലിനെയും പെർമിഷൻസിനെ പറ്റിയൊക്കെ നമ്മളൊന്ന് പഠിക്കാനുണ്ട്. പെർമിഷൻസിനെ പറ്റി പഠിക്കുന്ന ഒരു മിനിറ്റടാ. ഓക്കെ, പെർമിഷനെ പറ്റിയൊക്കെ പഠിക്കുകയാണെങ്കിൽ ആദ്യം ഈ ഫയലിൽ എന്തൊക്കെ പെർമിഷൻസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ചില ഫയൽസ് ഉണ്ടാവും. ചിലപ്പോൾ എല്ലാ ഫയലുകളും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ വിസിബിൾ അല്ലാത്ത ഫയലുകൾ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കമാൻഡാണ് LS-LA എന്ന് പറഞ്ഞൊരു കമാൻഡ്. ഇപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ഇത്രയും കാണിക്കുന്ന ഈ ഫയൽസ് മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കിക്കേ. ഇപ്പം എത്ര ഫയൽസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്ക്.
ഇതെന്താ, ഇതൊക്കെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഓരോരോ ഫയലുകളാണ്. ഇതൊക്കെ നമുക്ക് വിസിബിൾ ആയത് എങ്ങനെയാണ്? LS-LA എന്ന് പറഞ്ഞിട്ട് അത് ലിസ്റ്റ് ഓൾ അങ്ങനത്തെ ഒരു കമാൻഡ് അടിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സാധനം എല്ലാം വിസിബിൾ ആവുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു അറ്റാക്കറിന്റെ മെഷീനിൽ കയറി ചെന്നാൽ പോലും അവിടെ എല്ലാ ഫയൽസും നമ്മൾ കാണുന്ന ഫയൽസ് മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കരുത്. അവിടെ വേറെയും കുറെ ഫയൽസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ അടിക്കുന്ന കമാൻഡാണ് LS-LA എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ്. അതുപോലെ തന്നെ ഇവിടെ ചില സാധനങ്ങളുണ്ട്. ഓക്കെ, ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങളാണ് ഈ പെർമിഷൻസും കാര്യങ്ങളും ഒക്കെ. നമ്മളൊരു ഫയലിന്റെ പെർമിഷൻസും കാര്യങ്ങളും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ലേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് DRW X RW X RWX. ഓക്കെ, ഈ ഒരു സാധനം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണേ. ഞാനൊന്ന് വലുതാക്കാം. എടാ, ഈ RWX എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്ടറി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സാധനം അതൊരു ഡയറക്ടറി ആണ്. ഓക്കെ, അതൊരു ഫോൾഡർ ആണ്. നമ്മൾ ഈ ലിനക്സിൽ ഫോൾഡർ എന്നല്ല പറയാം, നമ്മൾ അതിന് ഡയറക്ടറി എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഇതൊരു ഡയറക്ടറി ഫയൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഡി മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് നിങ്ങൾ മോളിൽ ഈ DMRC നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഡി കാണൂല, അവിടെ ഒരു മൈനസ് ആയിരിക്കും കാണുക. കാരണം എന്താ, അതൊരു ഡയറക്ടറി അല്ല, അതൊരു വേറെ ഏതോ ഒരു ഫയലാണ്. അതുകൊണ്ടാണ് അവിടെ ഡി ഇല്ലാത്തത്. ഓക്കെ, പിന്നത്തെ ഒരു സാധനമാണ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ്. അതായത് റീഡ് റൈറ്റ് എക്സിക്യൂട്ട്. സ്പെല്ലിംഗ് തെറ്റാണോടാ? ഇതാണ് എക്സിക്യൂട്ട്, ഇതാണ് എക്സിക്യൂട്ട്, ഇതാണെന്ന് പ്രതീക്ഷിക്കുന്നേ. ഓക്കെ, ഈ റീഡ് ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ്, W എന്ന് വെച്ചാൽ റൈറ്റ്, എക്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട്. അതായത് ഈ ഒരു ഫയല് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും അവകാശമുണ്ടോ എന്ന് അതിനെ നിർണ്ണയിക്കുന്ന ഒരു സാധനമാണ് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് എന്ന് പറയുന്നൊരു സാധനം. അതിൽ തന്നെയും ഒരു ഫയലിന് 3 ഗ്രൂപ്പ് ഉണ്ടാവും. അതായത് ക്രിയേറ്റർ, ഓണർ, ഗ്രൂപ്പ്, അതേഴ്സ്, അങ്ങനെ ഒരു 3 സെക്ഷൻ ഉണ്ട് എല്ലാ ഫയലിനും. ഇത് അതായത് ഈ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്ത ആളെയാണ് നമ്മൾ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ ഓണർക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും അവകാശമുണ്ട് എന്നാണ് ഇത് തെളിയിക്കുന്നത്. അതായത് ആദ്യത്തെ ഒരിതില് RWX എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, ഓണർക്ക് ഈ ഫയൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും അവകാശമുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഗ്രൂപ്പ്. അതായത് നമ്മളൊരു ഗ്രൂപ്പിന് വേണ്ടി ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അത് ഗ്രൂപ്പ് ഇച്ചിരി കോംപ്ലിക്കേറ്റ് ഉള്ള ഒരു സാധനം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു ഓഫീസിൽ ഈ ഒരു സെയിം സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സെയിം നെറ്റ്വർക്ക് അല്ലടാ, ഈ ഒരു ലിനക്സ് തന്നെ നമ്മൾ ഷെയർ ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ഷെയർ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ അവകാശം ഉണ്ടോ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നതാണ് ഇവിടെ ഗ്രൂപ്പ്. അയാൾക്ക് റീഡ് ചെയ്യാൻ അവകാശമുണ്ടോ, റൈറ്റ് ചെയ്യാൻ അവകാശമുണ്ടോ, എക്സിക്യൂട്ട് ചെയ്യാൻ അവകാശമുണ്ടോ എന്നുള്ളത്. ഈ ലാസ്റ്റത്തെ പറഞ്ഞാൽ അതേഴ്സ്. അതായത് ഞാനിപ്പോൾ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനത് ഗിറ്റ്ഹബിൽ ഇട്ടു. ഗിറ്റ്ഹബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് റീഡ് ചെയ്യാൻ അവകാശമുണ്ടോ, റൈറ്റ് ചെയ്യാൻ അവകാശമുണ്ടോ, അതോ എക്സിക്യൂഷൻ മാത്രമേ ഉള്ളോ എന്ന് ഞാൻ നിർണ്ണയിക്കുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓർഡർഷിപ്പ് ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്, റീഡ് റൈറ്റ് എക്സിക്യൂട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. നമ്മള് CH ഓണർഷിപ്പിന്റെ ഒരു കമാൻഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. CH മോഡ്. നിങ്ങൾ ഇങ്ങനെ ഒരു കമാൻഡ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ലിനക്സ് യൂസ് ചെയ്ത് തുടങ്ങിയവരോട് ചോദിച്ചേ. ഇല്ലെങ്കിലും ഇനി സംശയത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഇനി അങ്ങോട്ട് ഇങ്ങനെ ഒരു കമാൻഡ് കാണാൻ തുടങ്ങും. അതല്ലെങ്കിൽ CH മോഡ് 777,
അല്ലെങ്കിൽ CS മോഡ് 445 ഇങ്ങനെയൊക്കെ ചില കമാൻഡുകൾ കാണാൻ പറ്റും. ഇതില് ഈ നമുക്കിത് എന്താ പറയാ ലെറ്റർ ആയിട്ട്, അതായത് ഈ +X എന്ന് കാണിക്കുന്നത് പോലെ തന്നെ നമുക്കിതിന്റെ ലെറ്റർ ആയിട്ടും ഇതിന്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് പെർമിഷൻ മോഡുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നാൽ അതേസമയം നമുക്ക് ലെറ്റർ ആയിട്ടും മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. അപ്പൊ ഈ ലെറ്റർ ആയിട്ട് പഠിച്ചു വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റീഡ് നമ്പർ സിസ്റ്റം മറന്നുപോയല്ലോടാ. നമ്പർ സിസ്റ്റത്തിന്റെ ഒരു മിനിറ്റടാ, 1 2 5 അങ്ങനെ കൊണ്ടാണ് വരുന്നത്. 3 2 1 7 അല്ലേ? അല്ല, അതൊരു നമ്പർ സിസ്റ്റം ഞാൻ മറന്നുപോയി. എഴുതി വെച്ചത് ഓക്കേടാ, ഒരു സാധനം ഞാൻ മറന്നുപോയല്ലോ. 3 2 1 3 7 1 3 4 7. എടാ ഒരു മിനിറ്റടാ, ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ, ഒന്നും പറയരുത്. ഞാൻ ആ സാധനം മറന്നുപോയി. ആ നമ്പറിന്റെ ഇതെങ്ങനെയാ വരുന്നതെന്ന്. 1 3 4 നല്ലേ? 1 3 4 നല്ലേ? അങ്ങനല്ലേ 7 ആകാ? 1 3 4 അല്ലേ? 1 3 4 ആ 1 3 4 ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മാറി നോക്കാം. 1 3 4 അല്ലേ? ഇഞ്ചൊരു അറിവില്ല, അതാണ് നിങ്ങളൊന്ന് അടിച്ചു നോക്കിണ്ടായിരുന്നു. ഇങ്ങനെയല്ലായിരുന്നല്ലോ സെർച്ച് ചെയ്തത്. ഫയൽ പെർമിഷൻസ് 4 2 1 എന്നാണ്. അതായത് റീഡിന് 4, റൈറ്റിന് 2, എക്സിക്യൂട്ടിന് 1 എന്നാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു സാധനം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫയലിലെ പെർമിഷൻസ് നമുക്ക് മാറ്റണം. അതായത് നമ്മളിപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എന്താ പറയുക, ഇപ്പം 4 4 5 എന്ന് വിചാരിക്കാം. 4 4 5 ഈ ഒരു CH മോഡ് 4 4 5 എന്നാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അതായത് 4 ഇത് റീഡ്, ഇത് ഓണറിൻ്റെ, അടുത്ത 4 എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ, അടുത്ത ലാസ്റ്റത്തെ നമ്പറാണ് അതേഴ്സിനുള്ളത്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു നമ്പർ സിസ്റ്റം ഓർത്തിരിക്കണം 421 എന്നുള്ളത്. അതായത് ഇത് കൂട്ടി നോക്കിയാൽ മതി. 4 1 കൂട്ടിയാൽ മാത്രമേ 5 ആവുകയുള്ളൂ. 2 1 കൂട്ടിയാൽ 5 ആവൂല, അല്ലെങ്കിൽ 4 2 കൂട്ടിയാൽ 6 ആവുള്ളൂ. അപ്പൊ 5 വരണമെങ്കിൽ എങ്ങനെയായാലും അത് റീഡും എക്സിക്യൂട്ടും ആയിരിക്കണം. അപ്പം ഈ പറയുന്ന അതേഴ്സിനുള്ള പെർമിഷൻസ് എന്തൊക്കെയായിരിക്കും? ഈ സാധനവും ഓർത്തിരിക്കണം. എന്നിട്ട് ഇതും വെച്ചിട്ട് നോക്കിയാൽ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പർ സിസ്റ്റം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4, അതായത് ഓണറിന് 4 കൊടുത്തിരിക്കുന്നതെങ്കിൽ ഓണറിന് റീഡ് ചെയ്യാൻ മാത്രമേ പെർമിഷൻ ഉള്ളൂ. അതുപോലെ തന്നെ ഗ്രൂപ്പിനും റീഡ് ചെയ്യാൻ മാത്രം ഓപ്ഷൻ ഉള്ളൂ. എന്നാൽ അതേ സമയത്ത് അതേഴ്സിന് റീഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പെർമിഷൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. എന്നാൽ ഇതേ സമയത്ത് ഞാനൊരു സാധനം എഴുതാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം, ആരെങ്കിലും ഒരാളൊന്ന് പറയണേ. CS മോഡ് 3 ഓക്കെ, ഇതിന്റെ ഒരു റീഡ് ചെയ്യാൻ പെർമിഷൻ ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്യാൻ പെർമിഷൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഓക്കെ, ഇതിന്റെ ഒരു അർത്ഥം ഒന്ന് പറഞ്ഞേ ആരെങ്കിലും ഒരാള്. ഇതും കൊണ്ട് എന്തായിരിക്കും മീൻ ചെയ്യാന്ന് ഇത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓണറിന് റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും, ഓണർക്ക് റൈറ്റ് ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാനും, മറ്റേ ഗ്രൂപ്പിന് റീഡ് ചെയ്യാനും, അതേഴ്സിന് എല്ലാ പെർമിഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഇവനെ സംശിത ഇതൊന്ന് നോക്കിയിട്ടെന്ന് പറഞ്ഞേ, എന്തൊക്കെ പെർമിഷൻസ് ആർക്കൊക്കെയാണുള്ളത്? ചെറിയ പ്രശ്നം പറ്റിയിരിക്കണോ? പറയടാ. എന്റെ ലാപ്പിൽ എന്തോ പ്രശ്നം പറ്റി, ഓഫായി പോയി കയറി. ഞാനത് റെഡിയാക്കുന്നേ. കുഴപ്പമില്ല, അത് സെറ്റ് ആയിക്കോളാം. എന്നാ പിന്നെ ഇവനെ ക്രോമിൽ ഓൺ ആക്കിയിട്ടില്ലേനോ, അത് പെട്ടെന്ന് ഒരു ബ്ലാക്ക് ആയിപ്പോയി ഫുള്ള്. അപ്പൊ ഞാനത് റെഡിയാക്കുന്നു. റെഡി. ഓക്കെ, കുഴപ്പമില്ല, എന്നാ നമുക്ക് സെറ്റ് ആക്കാം.
അത് കുഴപ്പമില്ല, സെറ്റാക്കാം. എന്നാ അനുഗ്രഹം നീ എന്ന് പറഞ്ഞാടാ ഇതിന്റെ ഈ ഒരു CH mod 445 അർത്ഥം എന്ന് പറഞ്ഞേ. അനുഗ്രഹം പോയാ? അനുഗ്രഹേ CH mod 445 മീനിങ്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം എടാ. അതായത് സംശയത്തിനും മിസ്സായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഇത് നോക്കുക, നമ്മളിപ്പോൾ ഒരു ഫയൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ വിചാരിക്കുക. നമ്മൾ ഫയലിന്റെ പെർമിഷൻസ്, ഒരു ഫയലിൽ എന്തൊക്കെ പെർമിഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ നമുക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ പെർമിഷൻസ്, ആ ഫയലിന്റെ പെർമിഷൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കമാൻഡാണ് ls - la. ls എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യാന്നാണ് അർത്ഥം. പക്ഷെ ls - la എന്ന് പറയുമ്പോൾ ഹിഡൻ ആയിട്ടുള്ള ഫയൽസും കൂടി ലിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അതൊക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ls - la അടിച്ചു കഴിയുമ്പോൾ അത് ഒക്കെ ഈ ഫയൽസിനൊക്കെ ഉള്ള ഓരോരോ പെർമിഷൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലേ? എല്ലാത്തിനും വ്യത്യസ്തമായുള്ള പെർമിഷൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ DRWX എന്നാണ് ഇതിന് നമ്മൾ വിളിക്കുന്നത്. അതായത് DWRX എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇതൊരു ഡയറക്ടറി ആണ് എന്നാണ്. നമ്മൾ വിൻഡോസിലെ പോലെ അല്ലെങ്കിൽ മറ്റു നമ്മൾ ഫോൾഡർ എന്നല്ല ലിനക്സിൽ വിളിക്കുക. ലിനക്സിൽ നമ്മൾ ഈ പറയുന്ന ഇതിനൊക്കെ നമ്മൾ ഡയറക്ടറി എന്നാണ് പറയുക. ഡയറക്ടറി, ഫോൾഡേഴ്സ് എന്നല്ല നമ്മൾ വിളിക്കുന്നത്. അപ്പം ഇതൊരു ഡയറക്ടറി ഫയലാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഡി ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഡൗൺലോഡ്സ് ഉണ്ടോ? ഡൗൺലോഡ്സിന്റെ നേരെ ഇവിടെ പോയി കഴിഞ്ഞാൽ അതൊരു ഡി തൊട്ടാ തുടങ്ങുന്നത്. ഫസ്റ്റ് ലെറ്റർ ഡി ആയിരിക്കും. എന്നാൽ അതേ സമയത്ത് ഈ DMRC നോക്കിക്കേ, അവിടെ ഡി ഇല്ലാത്തത് കണ്ടോ? കാരണം എന്താ? ഇതൊരു ഡയറക്ടറി അല്ല. എന്നാൽ അതേ സമയത്ത് ഡൗൺലോഡ്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിയാണ്. അതുകൊണ്ടാണ് അവിടെ ഡി വെച്ച് തുടങ്ങുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഡി എന്താ മെൻഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയിട്ടൊന്ന് വേഗം റെസ്പോണ്ട് ചെയ്യണം. കാരണം എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന്. അതിനു വേണ്ടിയാ. രണ്ടുപേർക്കും മനസ്സിലായില്ലേ? ആ ഒരു സാധനം രണ്ടുപേർക്കും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം അതാണ് ഇപ്പൊ ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി RWX എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് റീഡ്. R എന്ന് വെച്ചാൽ റീഡ്, W എന്ന് വെച്ചാൽ റൈറ്റ്, X എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട്. ഇതാണ് RWXന്റെ അർത്ഥം. അപ്പൊ ഈ RWXന് ഓരോ നമ്പേഴ്സ് ഉണ്ട്. അതാണ് 4, 2, 1 എന്ന് പറയുന്ന നമ്പർ. റീഡിന് 4, റൈറ്റിന് 2, എക്സിക്യൂട്ടിന് 1 എന്ന് പറഞ്ഞിട്ടൊരു നമ്പേഴ്സ് ഉണ്ടാവും. അപ്പം ഇത് ഈ നമ്പർ വെച്ചാണ് നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ഇത് മാറ്റുന്നത്. അതായത് അതിന്റെ പെർമിഷൻസ് മാറ്റുന്നത് നമ്പർ ഒക്കെ വെച്ചിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ CH mod 777 എന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഈ RWX ഇതിന് 3 സെക്ഷൻസ് ഉണ്ട്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓണർ. അതായത് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്ത ആളാരാ? ഓണറാണ്. ഈ ഫയലിന്റെ ഓണർക്ക് റീഡ് ചെയ്യാനും അവകാശമുണ്ട്, റൈറ്റ് ചെയ്യാനും അവകാശമുണ്ട്, എക്സിക്യൂട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അതായത് ഈ ഫയലിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ അവകാശമുണ്ടോ, ഇത് റൺ ചെയ്യാൻ അവകാശമുണ്ടോ, ഇതിന്റെ സോഴ്സ് കോഡ് കാണാൻ അയാൾക്ക് അവകാശമുണ്ടോ. ഇതാണ് റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഓണർക്ക് പെർമിഷൻ ഉണ്ട്. അടുത്ത സെറ്റ് ഓഫ് ഒരു സാധനമാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ഓഫീസുകളിലൊക്കെ നമ്മുടെ ഈ ഒരു സിസ്റ്റം തന്നെ പലർക്കും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ ഫയല് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും അവകാശമുണ്ടോ എന്ന് നമ്മൾ പറയുന്നത് ഇത് ഇവിടെയാണ്, രണ്ടാമത്തെ സെക്ഷനിലാണ്. മൂന്നാമത്തെ സെക്ഷനിലാണ് നമ്മൾ അതേഴ്സ്, അതായത് പുറത്തുള്ള ഒരാൾ, എൻറ്റയർലി പുറത്തുള്ള ഒരാൾക്ക് ഈ ഫയല് റീഡ് ചെയ്യാനും അതായത് ഇതിന്റെ സോഴ്സ് കോഡ് കാണാനും അതിൽ തിരുത്താനോ അല്ലെങ്കിൽ ആ ടൂളി എക്സിക്യൂട്ട് ചെയ്യാനും അയാൾക്ക് അവകാശമുണ്ടോ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നതാണ് ഈ മൂന്നാമത്തെ സ്ഥലത്ത്. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ ഇതിന് നമ്മൾ ഇതിന്റെ പെർമിഷൻസ് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ 777 എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഓക്കെ, അപ്പൊ ഈ നമ്പർ സിസ്റ്റം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ CH mod കൊടുത്ത് മാറ്റുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 4, 2, 1 എന്നായിരിക്കും. അപ്പൊ ഈ 7 വരണമെങ്കിൽ ഏതൊക്കെ തമ്മിൽ കൂട്ടണം?
7 എന്ന് പറയുന്നത് ഒരു പൂർണ്ണ സംഖ്യയാണ്. അതായത് 4, 2, 1. ഇവിടെ ഈ 3 സംഭവങ്ങളല്ലേ, ഈ മൂന്നും ഒരാൾക്ക് കൊടുക്കുന്ന സാധനമാണ് 7 എന്ന് പറയുന്നത്. അതായത് 4, 2, 6, 6, 1, 7. അപ്പോൾ 7 ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് ആ ഒരു സെക്ഷന് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും അവകാശമുണ്ട്. അതുപോലെ ഇപ്പൊ ഇവിടെ 3 ഏഴാ ഉള്ളത്. അപ്പം ഓണർക്കും ഗ്രൂപ്പിനും അതേഴ്സിനും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒരുപോലെ അവകാശമുണ്ട്. അതേ സമയത്ത് ഇപ്പൊ ഞാൻ ഇത് വെച്ചിട്ടൊന്ന് ചോദിച്ചു നോക്കാവേ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും എനിക്ക് തോന്നുന്നു. അല്ല, നിങ്ങൾ എന്തിനാലേ കാണിക്കുന്നത്? എടാ ഈ ഒരു സാധനം അല്ല, കോപ്പി ചെയ്ത് തന്നെ കാണിക്കാം. ഇതൊന്ന് നോക്കിയിട്ടൊന്ന് പറയാൻ പറ്റുമോ നോക്കിക്കേ ഇവനെ, അനുഗ്രഹേ. ഈ ഒരു സാധനം നോക്കിയിട്ട് നീ ഒന്ന് പറഞ്ഞു നോക്ക്, ആർക്കൊക്കെ എന്തൊക്കെ അവകാശമുണ്ട്, ഇത് ഏത് ടൈപ്പ് ഫയലാണെന്ന് അനുഗ്രഹം ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കിക്കേ. തുടക്കത്തിൽ ഇച്ചിരി കൺഫ്യൂഷൻ ആയിരിക്കും, എന്നാലും ഒന്ന് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. ഇത് എന്ത് ടൈപ്പ് ഫയലാ അനുഗ്രഹം? അനുഗ്രഹേ, ഓക്കെ, ഇത് എന്ത് ടൈപ്പ് ഫയലാ ഈ സാധനം? ഹലോ, ഒരു മിനിറ്റ്. ഓക്കെ, എടാ ജസ്റ്റ് സാറേ ഈ ഓണർ സാറേ ആ ഈ ഓണറിനെ വെച്ചാൽ തന്നെയാണ് ഈ റൂട്ട്. ഓണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് അല്ല. ഓണർ വേറെ, റൂട്ട് വേറെ. റൂട്ട് ആക്സസ് എന്ന് പറയുന്നത് വേറൊരു സംഭവം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അനുഗ്രഹ എടാ, ഇതിന് ഇത്ര സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നോക്കിയാൽ പോലെ. ഡി എന്ന് വെച്ചാൽ ഇതൊരു ഡയറക്ടറിയാണ്, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഏത് ഫയല് ഡി ഇല്ലെങ്കിൽ, ഡി ഉണ്ടോ ഇല്ലെന്ന് മാത്രം നോക്കിയാൽ. ഡി ഉണ്ടെങ്കിൽ ഡയറക്ടറിയാണ്. നീ ബാക്കി ഒന്ന് പറയാൻ പറ്റുമോ നോക്കിക്കേ. ഇതിൽ യൂസർക്ക് എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട്? സോറി, ഓണർക്ക് എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട്? ഓണർ നമ്പർ കട്ടായി പോയി, ക്ലിയർ ആയില്ല. എന്താ അതല്ല, ഇത് ഇവിടെ 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 ഈ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന സാധനത്തില് ഓണർക്ക് എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട്? ആദ്യത്തെ RWX നോക്കിയിട്ട് പറ എന്തൊക്കെ പെർമിഷൻസ് എക്സിക്യൂട്ട്. അതുപോലെ തന്നെ അതേഴ്സിനോ? റീഡ്. ഓക്കെ, അപ്പൊ അയാൾക്ക് എന്ത് അതേഴ്സിന് ഇതിനകത്ത് സോഴ്സ് കോഡ് കാണാൻ പറ്റിയാലും അത് റീറൈറ്റ് ചെയ്യാനോ അതിൽ ചേഞ്ച് ചെയ്യാനോ അവകാശമില്ല. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ നമ്പർ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്യുക യൂഷ്വലി. അപ്പൊ ഇത് നോക്കണം, chmod 445. ഇതൊന്ന് പറയാൻ പറ്റുമോ നോക്കിക്കേ. ഇത് നോക്കിയിട്ട് പറ ഓണർക്കും ഗ്രൂപ്പിനും അതേഴ്സിനും എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട് ആ ഫയലില്. അത് നമ്മൾ ഈ നമ്പർ സിസ്റ്റം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓണറിന് റീഡ് ചെയ്യാനും ഗ്രൂപ്പിന് എക്സിക്യൂട്ട് ചെയ്യാനും റീഡ് ചെയ്യാൻ. ഗ്രൂപ്പിനും 4 അല്ലേടാ കിടക്കുന്നേ. അപ്പൊ ഗ്രൂപ്പിന് റീഡ് ചെയ്യാൻ ഓപ്ഷനേ ഉള്ളൂ, റീഡ് ചെയ്യാം അതേഴ്സിന്. അപ്പൊ ഇവനെ സൻഷിത എന്ന് പറഞ്ഞു നോക്കിയേ. 3 4 3 സൻഷിത എന്ന് പറഞ്ഞു നോക്കിക്കടാ. ഇതില് ഓണർക്കും അടുത്ത എന്താ പറയാ, ഓണർക്ക് ഗ്രൂപ്പിന് അതേഴ്സിന് എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട്? നീ നമ്പർ നോക്കുക, മുകളിൽ എഴുതിയിരിക്കുന്ന 4 2 1 കണക്ക് കൂട്ടി നോക്കുക, അത്രേ ഉള്ളൂ. സൻഷിത നീ ലാപ്ടോപ്പിൽ നിന്നല്ലേ ഗൂഗിൾ മീറ്റിൽ കയറിയേക്കുന്നേ? നിന്റെ അഫ്നാനോട് ചോദിക്കാം, ഇവിടെ ഞാനുണ്ടല്ലോ, ചോദിച്ചിരിക്കും. സൻഷിത് നീ പറയുന്നുണ്ടെങ്കിലും കേൾക്കൂല. നീ ലാപ്ടോപ്പിൽ നിന്നല്ലേ കയറിയേക്കുന്നേ?
നീ മൈക്ക് ഓഫ് ആക്കിക്കോ. നീ ലാപ്ടോപ്പിലായോണ്ടേ നീ കേക്ക്, അല്ലെ നീ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്താൽ മതി. എടാ അവൻ ടെക്സ്റ്റ് ചെയ്യണേ പറയണേ, എനിക്ക് ലിനക്സിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റൂല ഒന്നും. 3-4 ഇതില് എന്താണ് ഓണർക്കും ഗ്രൂപ്പിനും അതേഴ്സിനുള്ള പെർമിഷൻസ് എന്താ? 3-4-3 ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് പറയണേ, എനിക്ക് കാണാൻ പറ്റൂല. റീഡ് റൈറ്റ് റീഡ് എടാ 3-4-3 അല്ലടാ വരുന്നേ. ഞാൻ 4-4-5 അല്ല ചോദിച്ചത്, 3-4-3 ആണ്. 3-4-3 വരുമ്പോ എടാ ഇത് നോക്ക്, ഇത് സിമ്പിൾ അല്ലേ. 3 എന്ന് പറഞ്ഞാൽ റൈറ്റും എക്സിക്യൂട്ട്, അത് രണ്ടും ഒന്നും കൂട്ടിയാൽ മാത്രമല്ലേ ഇവിടെ 3 വരുള്ളൂ. അപ്പൊ 3 വരുന്ന ഏതായിരിക്കും? ഓണർക്ക് റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പെർമിഷൻ ഉണ്ട്. 4 ഇവിടെ ആകെ 4 കിട്ടിക്കഴിഞ്ഞാൽ ആകെ ഏതാ? റീഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. എഗെയിൻ 3 എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഓപ്ഷൻ, റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഓപ്ഷൻ അവകാശമുണ്ട്. അതായത് എത്ര ഉള്ളൂ? ഓണർക്ക് റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഗ്രൂപ്പിന് റീഡ് ചെയ്യാനും അതേഴ്സിന് ഇത് റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പെർമിഷൻസ് ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് നോട്ട് ഇട്ടേക്കാം, ഇതിൽ കൂടുതൽ സമയം നമുക്ക് ഇതിനു വേണ്ടി കളയാനില്ല. അപ്പൊ ഇതാണ് ഫയൽ പെർമിഷൻസിന്റെ ഒരു സംഭവം. അപ്പൊ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഫയൽസിന്റെ പെർമിഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ഒരു സംഭവമാണ് എടാ, അതായത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു നോർമൽ യൂസർ ആയിട്ടാണ് ഞാൻ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഞാൻ സൂപ്പർ യൂസർ ആവാം. അതായത് നമ്മളിപ്പോൾ നോർമൽ യൂസർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് ചില സാധനങ്ങൾ റെസ്ട്രിക്റ്റഡ് ആണ്. എനിക്ക് ഫയൽസിൽ ഞാനൊന്ന് പോയി നോക്കട്ടെ. ഫയൽസിൽ ഓക്കെ, ഇത് കണ്ടോ? എനിക്കിതെന്താ ഓപ്പൺ ചെയ്യാം? ഫെയിൽ ടു ഓപ്പൺ ഡയറക്ടറി റൂട്ട് എന്ന് കാണിക്കുന്നത് കണ്ടോ? പെർമിഷൻ ഡിനൈഡ് ആണ്. അതേ സമയത്ത് ഞാൻ ഗ്രാഫിക്കലി എന്തായാലും റെസ്ട്രിക്റ്റഡ് ആയത് റെഡിയാക്കണമെങ്കിൽ നമ്മൾ സ്വിച്ച് യൂസർ കൊടുത്ത് ചെയ്യണ്ടേ? എന്ത് ഗ്രാഫിക്കലി റൂട്ട് പെർമിഷൻ വേണമെങ്കിൽ നമ്മൾ സ്വിച്ച് യൂസർ ചെയ്യണ്ടേ, അല്ലാണ്ട് സ്ലോ യൂസർ ചെയ്തിട്ട് കാര്യമല്ലോ. ഗ്രാഫിക്കലി പോണെങ്കിൽ നമ്മൾ സ്വിച്ച് യൂസർ തന്നെ എടുക്കണം. അതിൽ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇതും കൂടി പറഞ്ഞിട്ട് അതും ആ റൂട്ടും ഈ റൂട്ടും തമ്മിലുള്ള വ്യത്യാസം കൂടി പറഞ്ഞുതരാമേ. ഇത് നിങ്ങൾ ഇവിടെ നോക്കണ്ടോ? ഇവിടെ സി ഡി റൂട്ട് കാണിക്കുന്നുണ്ടോ? ഉണ്ട്, സി ഡി റൂട്ട് പോകുന്നു കണ്ടോ? ഇവിടെ നോക്കിക്കേ, എനിക്ക് ഈ റൂട്ട് ഫയലിലോട്ട് പോകാൻ പെർമിഷൻ കിട്ടുന്നില്ല. അങ്ങനെ പല ഫയലുകളിലേക്കും എനിക്ക് പോകാൻ പെർമിഷൻസ് കിട്ടൂല ഈ പറയുന്ന നോർമൽ യൂസർ ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഈ നോർമൽ യൂസർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നമ്മൾ ഈ നോർമൽ യൂസർ ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനെ അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യലി യൂസ് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും റെസ്ട്രിക്റ്റഡ് ആണ്, കാരണം നമ്മളൊരു നോർമൽ യൂസർ ആണ്. ഓക്കെ, അതേ സമയത്ത് നമ്മൾ റൂട്ട് യൂസർ ആവാന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ ആവാണ്. നമുക്ക് എന്തും ചെയ്യാന്ന് വെച്ചാൽ എന്തും ചെയ്യാം. അപ്പം ആ ഒരു റൂട്ട് യൂസർ ആവുന്ന ഒരു കമാൻഡാണ് സുഡോ സു എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ്. സൂപ്പർ യൂസർ എന്നാണ് സുഡോ സുവിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ പാസ്വേഡ് കൊടുക്കണം. ഓക്കെ, ഇതാണ് റൂട്ട് യൂസർ എന്ന് പറയുന്ന സംഭവം. ഈ റൂട്ട് യൂസർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നിയാസം വേണേലും ഇതിനകത്ത് കാണിക്കാം. അത് നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് റൂട്ട് യൂസർ ആവാന്ന് പറയാം. ഇതുണ്ട, ഇപ്പൊ ഞാൻ എന്റെ റൂട്ട് ഫയലിലാണ് കയറിയിട്ടിരിക്കുന്നത്. എന്റെ റൂട്ട് ഫയലിലാണ് ഞാൻ അവിടെ നോക്കി കഴിഞ്ഞാൽ gpartdetails.htm എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ ഇതാണ് റൂട്ട് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഫുൾ പെർമിഷൻസോടെ നമുക്ക് നമ്മുടെ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് റൂട്ട് യൂസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഓക്കെ, പക്ഷേ ഈ റൂട്ട് യൂസർ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. റൂട്ട് യൂസർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ഒരു വള്ളിയോ പുള്ളിയോ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ റൂട്ട് യൂസർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഏതൊരു ഫയൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പോയി എന്ന് ആലോചിച്ചാൽ മതി. ആ ഫയൽ തിരിച്ചു വരണമെങ്കിൽ
നമ്മൾ പുതിയ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അല്ലാതെ ആ ഫയൽ തിരിച്ചു വരില്ല. കാരണം നമ്മൾ റൂട്ട് യൂസർ ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ സാധനമാണത്. ആ ഫയൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ റൂട്ട് യൂസർ ആവാതെ തന്നെ റൂട്ട് യൂസറിന്റെ പ്രിവിലേജസ് ഉപയോഗിക്കാൻ പറ്റും. അതിന് നമ്മളിപ്പോൾ ജസ്റ്റ് സുഡോന്ന് ഉപയോഗിച്ചിട്ട് എന്താ പറയുക, ആ ഫയലൊന്ന് എന്തെങ്കിലും ഒരു കാര്യം കൊടുത്താൽ നമുക്ക് ആ റൂട്ട് യൂസറിന്റെ സെയിം സാധനം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് റൂട്ട് യൂസർ ആവാതെ തന്നെ യൂസർ പ്രിവിലേജ് ഉപയോഗിക്കണമെങ്കിൽ സുഡോ എന്ന് അടിച്ചിട്ട് നമ്മൾ ഏത് കമാൻഡ് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റൂട്ട് യൂസറിന്റെ സെയിം പ്രിവിലേജ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു യൂസറിന്റെ ഒരു പരിപാടിയുണ്ട്. അതാണ് അഫ്നാൻ പറഞ്ഞത്, ഗ്രാഫിക്കലി നമ്മൾ യൂസർ ആവുന്ന സാധനങ്ങൾ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സ്വിച്ച് യൂസർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഞാനത് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, അത് നമ്മൾ സെറ്റ് ചെയ്യണം. സ്വിച്ച് യൂസർ ഞാൻ ചുമ്മാ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കട്ടെ. പാസ്വേഡ് ഈസ് ഇൻകറക്റ്റോ? ഓക്കെ, എടാ ഇതെന്താ ആവാത്തതെന്ന് അറിയാമോ? അതിന് കാരണം പറഞ്ഞുതരാവേ. നമ്മൾ നമ്മൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരു നോർമൽ യൂസർ ആയിട്ടേ കയറാൻ പറ്റുള്ളൂ. ശേഷം റൂട്ട് യൂസറിനെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇതിന്റെ സംഭവം വരുന്നത്. ക്രിയേറ്റ് കമാൻഡ് ക്രിയേറ്റ്. എടാ ക്രിയേറ്റിന്റെ സ്പെല്ലിംഗ് തെറ്റാണോ? യൂസർ തെറ്റാണ്. USR എന്ന് അടിച്ചാൽ പോരാ യൂസറിന്? അല്ലടാ, ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡാ തെറ്റെന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ യൂസേഴ്സിനെ ക്രിയേറ്റ്, നമ്മൾ വേറെ റൂട്ട് യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പിന്നെ അതിന് പ്രിവിലേജസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഗ്രാഫിക്കലി ഉള്ള യൂസറിനെ കിട്ടുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് ലിനക്സിൽ കയറുമ്പം നമ്മൾ നോർമൽ യൂസർ ആയിട്ട് തന്നെയാണ് കയറുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു റൂട്ട് യൂസ് ചെയ്തതിനേക്കാളും കുറെ കൂടി പവർഫുൾ ആണ്. അഫ്നാൻ പറഞ്ഞ പോലെ ഗ്രാഫിക്കലി ഉള്ള യൂസർ ആയിട്ട് ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനേക്കാളും പ്രിവിലേജസും കാര്യങ്ങളും കുറച്ചും കൂടി കിട്ടും. അതാണ് അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഇതിനകത്ത് പ്രിവിലേജ് ഇല്ലെന്നല്ല, എങ്കിൽ പോലും ഇതിനേക്കാളും കുറെ കൂടി പ്രിവിലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമ്മൾ റിയൽ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഒരു സ്വിച്ച് യൂസറായിട്ട് സ്വിച്ച് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് റൂട്ടും ഇതാണ് നോർമൽ യൂസറും അതുപോലെ തന്നെ റൂട്ട് യൂസറും തമ്മിലുള്ള വ്യത്യാസം. ഇനി കുറച്ച് കമാൻഡുകൾ നിങ്ങൾക്ക് ഏതൊക്കെയാ പറഞ്ഞു തരാനുള്ളത്? MKDR, RM, CP, MV. ഓക്കെ എടാ, ഇനി കുറച്ച് കമാൻഡുകൾ. അതായത് MKDR എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. ഈ കമാൻഡിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് എ ഡയറക്ടറി എന്നാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഈ കാണുന്ന ഡയറക്ടറികളൊക്കെ അല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ പേരിൽ ഇവിടെ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിക്കോ. അലൻ, ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞ് അലൻ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറി ക്രിയേറ്റ് ആയി കിടപ്പുണ്ട്. ഇതിന് പറഞ്ഞ പേരാണ് MKDR. നമുക്ക് ഡയറക്ടറികൾ ക്രിയേറ്റ് ചെയ്താൽ നമ്മളിപ്പോൾ ഒരു പുതിയ അറ്റാക്ക് ചെയ്യാൻ പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിടണം. ആ ഡയറക്ടറിയാണ് അങ്ങനെ ഡയറക്ടറികൾ ക്രിയേറ്റ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഒരു കമാൻഡാണ് MKD ഡയറക്ടറി. അതുപോലെ തന്നെ മറ്റൊരു കമാൻഡാണ് RM എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ്. ഓക്കെ, RM എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുക എന്നാണ്. ഇപ്പൊ ഞാൻ അലൻ എന്ന് പറയുന്ന ഫോൾഡറിനെ റിമൂവ് ചെയ്യാൻ പോവാണ്. കാനോട്ട് ഇറ്റ്സ് എ ഡയറക്ടറി. ഓക്കെ എടാ, ഈ RM ഫയലിന് ഒരു പ്രത്യേകതയുണ്ട്. ഡയറക്ടറികളെ ഡയറക്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റൂല കേട്ടോ. എനിക്ക് ഇതിലെ ഫയലുകളെ റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് empty ഫയലാണ്. ഓക്കെ, ആ ഫയൽ പോയത് കണ്ടോ? എനിക്കൊരു നോർമൽ യൂസർ ആയിട്ട് അതിനെ കളയാൻ പറ്റുകയില്ലായിരുന്നു. അതുകൊണ്ട് സുഡോ യൂസർ ആയിട്ട് ആ ഫയലിനെ കളഞ്ഞത്. ഇങ്ങനെയാട്ടോ സുഡോ യൂസ് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ
നമുക്ക് നോർമൽ യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങളും സുഡോ ആണെങ്കിൽ പിന്നെ നിയന്ത്രണങ്ങളൊന്നുമില്ല, അങ്ങ് ചെയ്തോളുക എന്നാണ്. ഓക്കെ, അപ്പൊ ഈ RM ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി. എന്നാൽ അതേ സമയത്ത് സുഡോ RM അലനെ റിമൂവ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. കേട്ടോ, അതിനെ നമുക്ക് സുഡോ യൂസ് ചെയ്താലും റിമൂവ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, അതൊരു ഫയൽ അല്ല, അതൊരു ഡയറക്ടറിയാണ്. അപ്പൊ ഈ ഡയറക്ടറിനെ നമുക്ക് RM വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റൂല. അതിന് നമ്മൾ RM - RF, അതായത് ഫോഴ്സ്ഫുള്ളി നമ്മൾ കളയാനാണ് പറയുന്നത്. RM - RF അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ആ അലൻ എന്ന് പറഞ്ഞ ഫോൾഡർ പോയി. ഇതാണ് RM ഉം RF ഉം തമ്മിലുള്ള വ്യത്യാസം. RM റിമൂവ് ചെയ്യുന്നത് നമ്മൾ എന്താ, ഫയൽസ്, നോർമൽ ഫയൽസിനെ കളയാൻ വേണ്ടിയാണ് റിമൂവ് ഫയലുകൾ ഉപയോഗിക്കുന്നത്. ഡയറക്ടറികളെയൊക്കെ കളയണമെങ്കിൽ എന്ത് ചെയ്യണം, RM - RF എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യണം. ഈ കമാൻഡ് ഒക്കെ ഗ്രൂപ്പിൽ ഇട്ട് തന്നേക്കാം കേട്ടോ. പിന്നത്തെ നിങ്ങൾ ഈ അലൻ എന്ന ഫയല് ഡയറക്ടറി ആയിട്ടല്ലേ സേവ് ചെയ്ത്, അതിന് പകരം റീനെയിം ചെയ്തിട്ട് .txt അടിക്കുക, ടെക്സ്റ്റ് ഫയൽ ആക്കിയിട്ട് ആ റിമൂവ് ചെയ്യാൻ പറ്റൂലേ? പറ്റും, റീനെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നാ സാറ് റീനെയിം ചെയ്ത കോഡ് കാണിച്ചിരി. നോക്കട്ടെ. റീനെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് mv എന്ന് പറഞ്ഞൊരു സാധനം. ആദ്യം അതിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ. അലൻ. ഓക്കെ, ഇപ്പൊ ഞാൻ അലൻ എന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. mv അലൻ എന്നുള്ളത് ഇതല്ലേ? ഓ, അപ്പോഴത് ഫോൾഡർ ആയിട്ടല്ലേ കിടക്കുന്നത്. എടാ, എന്നാ എനിക്ക് തോന്നുന്നു ഡയറക്ടറിനെ ഡയറക്റ്റ് ആയിട്ടൊരു TXT ഫയൽ ആക്കാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഇതിപ്പം നമ്മൾ .txt കൊടുത്തു കഴിഞ്ഞപ്പോഴും അതൊരു ഫയലായിട്ട്, ഐ മീൻ ഡയറക്ടർ ആയിട്ട് തന്നെയായിട്ടാണ് കിടക്കുന്നത്. ഇതുപോലത്തെ സാധനങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോ അങ്ങനെ ഓക്കെ. അപ്പൊ എടാ, ഈ MV എന്ന് പറയുന്ന സാധനം, MV എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫയലിനെ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനും അതുപോലെ തന്നെ റീനെയിം ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് MV എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ്. ഇപ്പൊ ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടു കാണുന്നത് ഈ കമാൻഡ് അലൻ എന്നായിരുന്നു എൻ്റെ ഫോൾഡറിന്റെ പേര് അല്ലെങ്കിൽ ഡയറക്ടറിയുടെ പേര്. അതിന് ഞാൻ alan.txt എന്നാക്കിയ കമാൻഡാണ് MV അലൻ എന്നിട്ട് alan.txt. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റീനെയിം ആവും. എന്നാൽ ഇതേ സാധനത്തെ നമുക്ക് മൂവ് ചെയ്യാനും പറ്റും. അത് നോക്കിക്കോണേ. alan.txt എഴുതിയ ഹോം /alan.txt നമ്മൾ എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഹോം ഡൗൺലോഡ്സ്. എന്തോ എറർ ഉണ്ടല്ലോ. കനോട്ട് പെർമിഷൻ ഡിനൈഡ്. ഓക്കെ, പെർമിഷൻ ഇല്ലാത്തതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന alan.txt എന്ന് പറയുന്ന ഫയൽ ഇവിടെ കാണാൻ പറ്റൂല നിങ്ങൾക്ക്. ഓക്കെ, അത് എങ്ങോട്ട് പോയി കഴിഞ്ഞു വെച്ചാൽ ഡൗൺലോഡ്സിലോട്ട് പോയി. നമ്മൾ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ആ ഫയൽ എവിടെ പോയി? alan.txt പോയ ഹോം ഡൗൺലോഡ്സ്. എടാ, ഫയല് എവിടെ പോയി? സാറ് കൊടുത്തേ തെറ്റിക്കുന്നു. നിങ്ങൾ നല്ലോണം നോക്കിയത് കൊടുത്തേ തെറ്റിക്കുന്നു. ഇല്ലടാ, കറക്റ്റ് ആണല്ലോ. ഹോം ഡൗൺലോഡ്സ് ഫയൽ എവിടെയോ പോയി. നോ സച്ച് എ ഫയൽ ഓർ ഡയറക്ടറി. അങ്ങനെ ഒരു ഡയറക്ടറി ഇപ്പൊ ഇല്ലെന്നാ പറയുന്നത്. അടിപൊളി, സൂപ്പർ. എന്തായാലും മൂവ് ചെയ്യാനാന്നുള്ള സാധനം മനസ്സിലായല്ലോ. ഒന്നുകൂടി മൂവ് ചെയ്യാൻ വേറൊരെണ്ണം ട്രൈ നോക്കട്ടെ.
mkdir alen.txt. ഓ mk ഡയറക്ടറി ആണോ കൊടുത്തത്? അതൊക്കെ അത് mv alen.txt എന്ന് പറയുന്ന സാധനത്തെ /home/downloads. ഇല്ലല്ലോ, ഈ ഫയലൊക്കെ ഇത് എങ്ങോട്ടാ പോകുന്നത്? സംതിങ് ഹാപ്പനിങ്. ഫയൽസ് ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. എടാ അതെന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലിനക്സിന്റെ പുതിയ വല്ല മാറ്റമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് കമാൻഡ്, MV അടിച്ച് നമ്മൾ മാറ്റുന്നതാണ് കമാൻഡ്. പക്ഷെ ഇപ്പം എന്താ ഈ സംഭവം ഇങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല, ഇതെങ്ങോട്ടാ പോകുന്നതെന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ എന്തായാലും പുതിയ വല്ല മാറ്റമാണെങ്കിൽ നോക്കിയിട്ട് പറയാം. ഓക്കെ എടാ, വേറൊരു കമാൻഡ് ഞാൻ പറയാൻ മറന്നുപോയി. അതായത് ഈ CD എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. CD എന്ന കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ചേഞ്ച് ഡയറക്ടറി എന്നാണ്. അതായത് CD അടിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഫയലിൽ നിന്ന് ഒരു ഡയറക്ടറിയിൽ നിന്ന് മറ്റൊരു ഡയറക്ടറിയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് CD. ഇപ്പം ഞാൻ CD ഡൗൺലോഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് പോയി? ഡൗൺലോഡ്സിലോട്ട് പോയി. എന്നിട്ട് ഞാൻ ഇവിടെ CD അടുത്ത ഇവിടെ എന്തൊക്കെ ഫോൾഡേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. നോക്കുമ്പോൾ ബർബ് സ്യൂട്ടിൻ്റെ ഒരു ഫയൽ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? CD ബർബ് അടിക്കുക, B അടിക്കുക. അപ്പോൾ ഇത് ബർബ് സ്യൂട്ടിൻ്റെ ഫയലിലോട്ട് പോയി. ഇനി എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ 2 വഴിയുണ്ട്. എനിക്ക് തൊട്ടടുത്ത ഫോൾഡറിലേക്ക്, ഞാനിപ്പോൾ കയറിയ തൊട്ട് മുമ്പത്തെ ഫോൾഡറിലേക്ക് എനിക്ക് പോകണമെങ്കിൽ ഏത് കമാൻഡ് അടിക്കേണ്ടതെന്ന് വെച്ചാൽ CD അടിച്ചിട്ട് 2 ഡോട്ട് ഇടണം. 2 ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പത്തെ ഫോൾഡറിലോട്ടേ പോവുള്ളൂ. അതേ സമയത്ത് ഞാൻ വെറുതെ CD അടിച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ എൻ്റെ ഹോം ഫോൾഡറിലോട്ട് തിരിച്ചു വരും. ഓക്കെ, ഇങ്ങനെ ഈ CDക്ക് 2 പ്രത്യേകത. നമ്മൾ വെറുതെ CD 2 ഡോട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ഫയലിലോട്ട് ബാക്കോട്ട് പോകും. വെറും CD കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹോം ഫോൾഡറിലോട്ട് തിരിച്ചെത്തും. കണ്ടോ, ഹോം ഫോൾഡറിലോട്ട് തിരിച്ചെത്തും. ഇതാണ് CD കമാൻഡ്. ഓക്കെ, അടുത്തത് ഗ്രപ്പ് ഫൈൻഡ് chmod പറഞ്ഞു വന്നു. chon. ഈ chon എന്ന് പറയുന്ന ഈ ഒരു കമാൻഡാണ് ഓണർഷിപ്പ് മാറ്റുന്നത് കേട്ടോ. പിന്നെ നെറ്റ്സ്റ്റാറ്റ് IP. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ഇപ്പൊ ഇതിനകത്തുള്ള ഈ കമാൻഡുകൾ. ഗ്രപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ഇൻസൈഡ് ഫയൽ. നമ്മൾ ഈ ഫയൽസിന്റെ ഒരു ഫയലിനുള്ളിലുള്ള ഒരു സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി, അത് നമുക്കിപ്പോൾ എങ്ങനെയാ പറഞ്ഞു തരിക? ഗ്രപ്പ് -i പേരെന്തായിരുന്നു? പേര് അറിയത്തില്ല എനിക്ക്. അങ്ങനത്തെ ഇപ്പോൾ ഫയൽ ഓപ്പൺ ആക്കി നോക്കണം ഏതെങ്കിലും. ഇപ്പൊ -i ഇമ്പോർട്ട്. ഇത് കണ്ടോ, ഈ ഗ്രപ്പ് -i ഇമ്പോർട്ട് റെജസ്പ്ലോയിറ്റ് py എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ ഫയലും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ നമ്മളിവിടെ കമാൻഡ് ഈ ഗ്രപ്പ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയലിനകത്തുള്ള ഒരു വേർഡ് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗ്രപ്പ്. ഗ്രപ്പ് കൊടുത്ത് നമ്മൾ -i കൊടുത്തിട്ട് ആ വേർഡ് കൊടുക്കുക. വേർഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഫയൽ പാത്ത് കൊടുത്ത് ആ പേര് കൊടുക്കണം. നമ്മൾ ആ ഫോൾഡറിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഫയൽ പാത്ത് കൊടുക്കാതെ ഫയൽ നെയിം കൊടുത്തിരിക്കുന്നത്. ഫയൽ നെയിം കൊടുത്തിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് എന്താ? ഇമ്പോർട്ട് എന്നാണ്. അപ്പം ഈ ഒരു ഫയലിനകത്ത് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് എവിടെയൊക്കെ ഇമ്പോർട്ട് ഉണ്ടോ ആ ഇമ്പോർട്ടൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യും കേട്ടോ. ഇമ്പോർട്ട് OS, ഇമ്പോർട്ട് SYS, ഇമ്പോർട്ട് ടൈപ്പ്, അതൊക്കെ തന്നെയല്ലേ ഇവിടെയുള്ളത്. ഇപ്പം എങ്ങനെയാ ഇത് കണ്ടോ, ഇമ്പോർട്ടേഴ്സ്, ഈ ഇമ്പോർട്ടുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ഗ്രപ്പ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത് എന്തിനാ? ഒരു ഫയലിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വേർഡ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് ഗ്രപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ്. ഓക്കെ, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ബേസിക് കമാൻഡാണ് IP കോൺഫിഗും. അതായത് ഇഫ് കോൺഫിഗ്, IP കോൺഫിഗ് അല്ല, ഇഫ് കോൺഫിഗ്. ഈ ഇഫ് കോൺഫിഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ
നെറ്റ്വർക്കിനെ പറ്റിയൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. നമ്മുടെ IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഇഫ് കോൺഫിഗ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ്. ഇഫ് കോൺഫിഗ് അടിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ കണ്ടോ ഐനെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വെർച്വൽ മെഷീൻ ആയതുകൊണ്ടാണ് ETH0 എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണുന്നത്. നമ്മളിപ്പം വെർച്വൽ മെഷീൻ അല്ലാതെ ബൂട്ട് ലിനക്സ് അതായത് ഡയറക്റ്റ് കേണലിൽ റൺ ചെയ്തെങ്കിൽ ഇവിടെ WLAN 0 എന്നായിരിക്കും കേട്ടോ കിടക്കുക. ഇതിപ്പോൾ ETH0 എന്ന് കിടക്കുന്ന എതർനെറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ബൂട്ടബിൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ WLAN 0 എന്നായിരിക്കും, അതായത് വയർലെസ് നെറ്റ്വർക്ക്, അതാണ് WLAN 0. നമ്മളിപ്പം വെർച്വൽ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എതർനെറ്റ് ഉപയോഗിക്കുന്നു എന്നാണ് നമ്മുടെ ഈ സിസ്റ്റം കണക്കാക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസ് ആണല്ലോ വയർലെസ് നെറ്റ് ഉപയോഗിക്കുന്നത്, വൈഫൈ ഉപയോഗിക്കുന്നത്. വിൻഡോസിൽ നിന്ന് വെർച്വൽ മെഷീനിലേക്ക് കണക്റ്റഡ് ആയിട്ടാണ് നെറ്റ് പോകുന്നത്. ഒരു വയർഡ് കണക്ഷനിലൂടെയാണ് നെറ്റ് പോകുന്നത്. അതുകൊണ്ടാണ് എതർനെറ്റ് എന്ന് കാണിക്കുന്നത്. അപ്പം ETH0 എന്ന് ഉള്ളിടത്ത് ഐനെറ്റ് എന്ന് പറയുന്ന ഈ സാധനമാണ് നമ്മുടെ IP അഡ്രസ്സ്. ഇപ്പം എൻ്റെ IP അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 10.10.2.2.15. ഇതാണ് നമ്മുടെ IP അഡ്രസ്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം 192 തുടങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലും IP അഡ്രസ്സ് ആയിരിക്കും. അതെന്താ സാധനം ഞാൻ കാണിച്ചു തരാം. ചിലപ്പം നിങ്ങൾക്ക് അതൊരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, നെറ്റ് സെറ്റിങ്സ്, ഇതിൻ്റെ സെറ്റിങ്സ് കാണിച്ചു തരാം. അതായത് നമ്മൾ നെറ്റ് ഇടുമ്പം, നെറ്റ്വർക്ക് ഇടുമ്പം 3 ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നാറ്റ്, ബ്രിഡ്ജഡ് അഡാപ്റ്റർ, ഇന്റേണൽ നെറ്റ്വർക്ക്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ നാറ്റോ ബ്രിഡ്ജഡോ ആണ് നമ്മൾ കോമൺ ആയിട്ട് ഇടുന്നത്. നാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ നാറ്റ് അല്ല ഈ നാറ്റ്. ഈ നാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ ഒരു സെപ്പറേറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് നാറ്റ്. ഓക്കെ, ഒരു സെപ്പറേറ്റ്, അതായത് നമ്മുടെ വിൻഡോസിന്റെ നെറ്റ്വർക്കും എൻ്റെ ലിനക്സിന്റെ നെറ്റ്വർക്കും രണ്ടാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ നെറ്റ് അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ വൈഫൈ തന്നെ ഈ 2 സാധനത്തിലേക്ക് ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും എൻ്റെ വിൻഡോസിന്റെ നെറ്റ്വർക്കും എൻ്റെ ലിനക്സിന്റെ നെറ്റ്വർക്കും രണ്ടാക്കി വേർതിരിക്കുന്ന ഒരു സാധനമാണ് നാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അതേസമയം ബ്രിഡ്ജഡ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജഡ് അഡാപ്റ്റർ ഇടുന്നതെങ്കിൽ എൻ്റെ എന്താ പറയുക വൈഫൈയുടെ അതായത് വിൻഡോസിന്റെ നെറ്റ്വർക്കും എൻ്റെ ലിനക്സിന്റെ നെറ്റ്വർക്കും ഒന്നാകും. അപ്പോൾ IP അഡ്രസ്സ് 192 എന്ന് പറഞ്ഞൊരു സാധനം. ഞാൻ കമാൻഡ് പ്രോപ്പർട്ടി പോയിട്ട് കാണിച്ചു തരാം. എൻ്റെ നോർമൽ IP അഡ്രസ്സ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ചെന്നിട്ട് IP കോൺഫിഗർ അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ നോർമൽ IP അഡ്രസ്സ്. ഇപ്പം ഞാൻ എൻ്റെ ലിനക്സ് ഇട്ടിരിക്കുന്നത് നാറ്റ് നെറ്റ്വർക്കിലാണ്. ഞാൻ അവിടെ എന്താ പറയുക ബ്രിഡ്ജിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ IP അഡ്രസ്സ് ഇതേപോലെ തന്നെ ആയിരിക്കും വരിക. എന്നിട്ട് 10 എന്നുള്ളത് ചിലപ്പോൾ 11 ആവും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നാറ്റും ബ്രിഡ്ജഡും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നാറ്റാണ്, നാറ്റ് നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നെറ്റ്വർക്ക്. നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നാറ്റ് ഉപയോഗിച്ചാൽ പോരെ? അപ്പൊ ഒരു IP അഡ്രസ് വേറെ കിട്ടുക. അതെ, IP അഡ്രസ് വേറെ കിട്ടുക. നമ്മള് ഒരേ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതിനകത്ത് ചെറിയൊരു റിസ്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നെറ്റ്വർക്കിലൂടെ ആണല്ലോ അറ്റാക്കുകൾ കൂടുതൽ നടക്കുക. അപ്പം എൻ്റെ IP അഡ്രസ് അവർക്ക് കണ്ടുപിടിക്കാനും പറ്റൂല. അതാണ് ഈ ലിനക്സ് ഒരു ഉപകാരം. ഓക്കെ, നമ്മൾ ലിനക്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ IP അഡ്രസ് വെച്ചല്ല അറ്റാക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ സിസ്റ്റം ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ IP അഡ്രസ് മാറിയില്ലേ, പോയില്ലേ, കണക്ഷൻ കട്ടൗട്ട് ആയി പോയില്ലേ. പിന്നെ അവര് എന്നെ തപ്പിപ്പിടിച്ചു വന്നാൽ എൻ്റെ IP അഡ്രസ്സേ അല്ല ഇത് വേറെ IP അഡ്രസ് ആണ്. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇഫ് കോൺഫിഗ്. നമുക്ക് IP അഡ്രസ് കണ്ടുപിടിക്കാൻ വേറെ ഒരു കമാൻഡ് ഉണ്ട്, IPA എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ IPADRR ആണോ, അല്ല IP അഡ്രസ് അങ്ങനെ എന്തുകൊണ്ടോ ഒരു കമാൻഡ് ഉണ്ട്. അതങ്ങനെ യൂസ് ചെയ്യാറുള്ളതോട് അറിയത്തില്ല. IPA അല്ലെങ്കിൽ ഇഫ് കോൺഫിഗ്. ഈ IPA അടിക്കണേ നമുക്ക് കുറച്ചൊരു കളർഫുൾ ആയിട്ട് നമ്മുടെ IP അഡ്രസ് കാണാൻ പറ്റും. DDR ഓക്കെ, സെയിം സാധനം തന്നെ. IPAയുടെ സെയിം സാധനം തന്നെയാണ് IPDR. ഇതാണ് നമുക്ക് കുറച്ചൊരു കളർഫുൾ ആയിട്ട് നമ്മുടെ IP അഡ്രസ് പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് IP അഡ്രസ് കണ്ടുപിടിക്കാനുള്ള കമാൻഡ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കമാൻഡ്. പിന്നെ സമയം എന്താടാ, 1 മണിക്കൂറായില്ലേ ക്ലാസ് തുടങ്ങിയിട്ട്? 6:15.
നിങ്ങൾക്ക് ഒരു ചെറിയ വർക്ക് ഞാൻ തരുന്നുണ്ടേ. അതിനെപ്പറ്റി ഞാൻ ഈ ഒരു 5 മിനിറ്റ് നിങ്ങൾ വേഗം ഇൻട്രോയിൽ എടുത്തിട്ടോ. എനിക്ക് കഴിക്കുന്നത് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, എന്നിട്ട് ഒരു ചെറിയ സാധനം പരിചയപ്പെടുത്തി തരാം. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും ഉണ്ടോ? അനുഗ്രഹമില്ല അല്ലേ? അനുഗ്രഹം കൂടി വന്നിട്ട് തുടങ്ങാം. അതായത് നമുക്കൊരു പാട്ട് കേൾക്കാം. അതൊന്ന് മാക്സിമം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ടൂള് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നത്തെ ഒരു സാധനമാണ്, നിങ്ങൾക്ക് ഞാൻ ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓവർ ദ വയർ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ആണിത്. ഓവർ ദ വയർ നിന്ന് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇവിടെ ഓവർ ദ വയർ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബാൻഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണും. ബാൻഡിറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമാണ്. ഓക്കെ, 34 ലെവലുള്ള ഒരു ഗെയിമാണ് ബാൻഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം. നിങ്ങൾ ഇതൊന്ന് ഇതൊരു ഗെയിമാണ്. CTF, അതായത് ക്യാപ്ചർ ദ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ക്യാപ്ചർ ദ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലാഗ് തന്നിട്ടുണ്ടാവും. ആ ഫ്ലാഗ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് CTF പ്രോഗ്രാമുകൾ. നമ്മൾ കുറേ വലിയ വലിയ CTFകളൊക്കെ കാണും. ഈ CTFിലേക്കുള്ള ഒരു ഇൻട്രഡക്ഷനും അതേസമയം നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള കമാൻഡുകൾ കാര്യങ്ങളും ഉണ്ടല്ലോ. ഈ കമാൻഡുകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്നും പഠിക്കാൻ വേണ്ടി, മനപ്പാടമാകാൻ വേണ്ടി നമ്മൾ ഒരു ഗെയിമാണ് ബാൻഡിറ്റ് 0 എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം. ഫസ്റ്റ് ലെവൽ 0 ആണ്. അപ്പൊ ഇവിടുന്നേ നമ്മൾ ഇതിങ്ങ് തുടങ്ങണം. ഓക്കെ, ഇത് അടിപൊളി, നല്ല രസമാണ് കളിച്ചുകൊണ്ടിരിക്കാൻ. 34 ലെവലുണ്ട്. ഇത് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത്യാവശ്യം എന്താ പറയുക, കമാൻഡുകളും കാര്യങ്ങളും ഫയലിന്റെ പെർമിഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ബാൻഡിറ്റ് 0 എന്ന് പറഞ്ഞ ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കണം കേട്ടോ എല്ലാവരും. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചു പോകേണ്ട സാധനം. ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇതെന്താ ഫസ്റ്റ് ലെവൽ എന്താ? ഞാൻ കണ്ടിട്ട് കുറെ നാളായി സാധനം. പേജ് 2 കമാൻഡ്സ് യു മേ നീഡ് ടു സോൾവ് ദിസ്. ഞാൻ കളിച്ചിട്ട് കുറെ നാളായി. എനിക്ക് ഇതുകൊണ്ട് വലിയ പിടുത്തമില്ല അങ്ങനെ ഇപ്പൊ കളിക്കേണ്ടതെന്ന്. സാധാരണ എല്ലാവരും ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. അവിടെ അപ്പൊ എല്ലാവരും ഇതൊന്ന് കളിച്ച് നോക്കണം കേട്ടോ എല്ലാവരും. ഈ ബാൻഡിറ്റ് 0 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓൺലൈനിൽ ഇത് നോക്കാം. ChatGPT നോക്കാൻ സെർച്ച് ചെയ്താൽ നിങ്ങൾ മാക്സിമം ഇതെങ്ങനെ ഫിനിഷ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT യൂസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ ഫിനിഷ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ മാക്സിമം എങ്ങനെ വേണത് ഫിനിഷ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വേണം ഇത് കണ്ടുപിടിക്കാൻ. വെച്ചാൽ നിങ്ങൾക്ക് കമാൻഡുകൾ അറിയത്തില്ലല്ലോ, സ്വാഭാവികം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കമാൻഡുകൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ ChatGPTയുടെ സഹായം തേടിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പറ്റുന്നത്രയും ലെവലുകൾ ഒന്ന് കളിച്ച് തീർക്കാൻ നോക്കിട്ടു. ഇത് നല്ല രസമാണ് കളിച്ചിരിക്കാൻ. അതുകൊണ്ടാണ് പറ്റുന്നത്രയും ലെവലുകൾ ഒന്ന് കളിച്ച് ഫിനിഷ് ചെയ്യാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വർക്കാണ്, പ്രാക്ടിക്കലായിട്ട് തരുന്ന വർക്കാണ്. ബാൻഡിറ്റ് 0 ഒന്ന് കളിച്ച് നോക്കുക. ഓക്കെ, കമാൻഡുകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്കൊരു സാധനമുണ്ട്, ട്രൈ ഹാക്ക് മീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഓക്കെ, എടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രൈ ഹാക്ക് മീ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ആണ്. ഇതും ഒരു പ്ലേ സ്റ്റോർ പോലെ നിങ്ങൾ കണക്കാക്കിയാൽ മതി. പ്ലേ സ്റ്റോർ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാക്കേഴ്സിന്റെ പ്ലേ സ്റ്റോർ ആണ്. ഇവിടെ ഇഷ്ടംപോലെ ഗെയിമുകളുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ പഠിക്കാനുള്ള സാധനങ്ങളുണ്ട്. തിയറി സാധനങ്ങളുണ്ട്. പ്രാക്ടിക്കലായിട്ട് നമുക്കിപ്പോൾ ഒരു അറ്റാക്ക് പഠിക്കണം എന്ന് വിചാരിക്കുക. നമുക്കത് ഡയറക്റ്റ് ഒരാൾ സിസ്റ്റത്തിൽ ചെന്ന് ചെയ്യാൻ പറ്റൂലല്ലോ. അതിനു മുമ്പേ നമുക്കത് പഠിക്കാൻ വേണ്ടി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിന്റെ പാത്ത് എങ്ങനെയാണ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഈ ട്രൈ ഹാക്ക് മീ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ്. ഇതൊരു അടിപൊളി വെബ്സൈറ്റ്. ഇതിനകത്ത് ചില സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടും. അതൊക്കെ പ്രീമിയം എടുത്താലേ കിട്ടുള്ളൂ കേട്ടോ. അതായത് നമ്മൾ പ്രീമിയം പൈസ കൊടുത്ത് അടച്ചിട്ട് ഇവരുടെ ഇതുണ്ടോ, ഈ വെബ്സൈറ്റുകൾ കണ്ടോ, ഈ വെബ്സൈറ്റുകളൊക്കെ നമ്മൾ പ്രീമിയം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള ശരിക്കും പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിനൊക്കെ ഭയങ്കര വാല്യൂ ആണ്. നമ്മൾ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൈ ഹാക്ക് മീയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നല്ല വാല്യൂ ആണ്. പക്ഷെ ഇതിന്റെ പ്രീമിയം ഇച്ചിരി കോസ്റ്റ്ലി ആണെന്നുള്ളതുകൊണ്ടാണ് നമ്മളൊന്നും അത് ആരും എടുക്കാത്തത്. പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വാല്യൂ ആണ്. ഇവിടെ സെക്യൂരിറ്റി അനലിസ്റ്റ്, പെനട്രേഷൻ, ജൂനിയർ പെനട്രേഷൻ ടെസ്റ്റിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇതൊക്കെ എടുക്കുവാണെങ്കിൽ എല്ലാ കമ്പനികളിലും നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആട്ടോ ഇതൊക്കെ. നിങ്ങൾക്കൊക്കെ പ്രീമിയം അടയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുക്കുക. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് പൈസ കൊടുത്ത് കളയുന്നതിനേക്കാളും ഭേദമാണ് ഇങ്ങനത്തെ സാധനത്തിൽ പൈസ കൊടുത്ത് പഠിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഇതിനൊക്കെ നല്ല വാല്യൂ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഒരു സർട്ടിഫിക്കറ്റിന് ചിലപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവണമെന്നില്ല. അതേസമയം ട്രൈ ഹാക്ക് മീ പോലത്തെ ഒക്കെ ഇതിന്റെ കൊടുക്കുവാണെങ്കിൽ
നിങ്ങൾക്ക് നല്ല എന്താ വാല്യൂ ഉണ്ടാവും ഈ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? സാറേ ഇനിയുള്ളതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ ചാർജ് 3 നമ്മുടെ ചാർജ് അല്ല. കേട്ടില്ല, മനസ്സിലായില്ല. നിങ്ങള് ഇനി എടുക്കുന്ന ക്ലാസ് ഒന്ന് റെക്കോർഡ് ചെയ്യോ? ഇതിന്റെ ചാർജ് ഇല്ല, തീർന്നിട്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അവിടെ? അവിടെ അല്ലെങ്കിലും ഇന്ന് ഇത്ര ഉള്ളൂ. ഈ ട്രൈ ഹാക്ക് മീ ഓവർ ദ വയറും ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കുക. ഓവർ ദ വയർ നാളെ ചെയ്തിട്ട് വരിക. പറ്റുന്നവരെ ഒരു 5 ലെവലെങ്കിലും ഫിനിഷ് ആക്കിയിട്ട് നാളെ വേണം കേട്ടോ എല്ലാവരും വരാൻ. പിന്നെ ട്രൈ ഹാക്ക് മീനെ പറ്റിയൊക്കെ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നാളെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും ആയാലും. ലിനക്സ് എല്ലാവരും കണ്ടു. കുഴപ്പമില്ലടാ, ക്ലാസ് കഴിഞ്ഞു, ഫിനിഷായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ലൈവായിട്ട് വേണം ഇപ്പം ചോദിക്കാം, അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം. പിന്നെ എല്ലാവരും മാക്സിമം ബാൻഡിറ്റിന്റെ 5ാമത്തെ ലെവൽ വരെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ അല്ലേലും. ഓക്കെ, അപ്പം